യാണോ? ദവാം ഇസ്തിംറാർ ഉണ്ടാവും. യറാ എന്ന് മുബാരിയാ ഫീലല്ലേ? അഫതുമാറൂനഹു അലാ മാ റആ മാ കദബൽ ഫുആദു മാ റആ അതിന്റെ തൊട്ട് മുമ്പുള്ളത് മാ കദബൽ ഫുആദു മാ റആ എന്ന് പറഞ്ഞ അല്ലാഹു തആല അഫതുമാറൂനഹു അലാ മാ റആ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷേ അഫതുമാറൂനഹു അലാ മാ റആ എന്ന് പറയാതെ അഫതുമാറൂനഹു അലാ മാ യറാ എന്ന് മുളാരിയായ ഫീൽ കൊണ്ടുവന്നത് ദവാം ഇസ്തിംറാറിന് വേണ്ടിയാണ്. അള്ളാഹുവിനെ കണ്ടു എന്നത് എന്നും കണ്ടുകൊണ്ടേയിരിക്കുന്നു എന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. ഈ ഒരു മഹത്വം അമ്പിയാക്കന്മാർ ചോദിച്ചിട്ട് കിട്ടാത്ത, ദുനിയാവിൽ ഒരാൾക്കും അല്ല കൊടുക്കാത്ത ഒരു പ്രത്യേകമായ പദവി ആ ദുനിയാവിൽ വെച്ച് തന്നെ അള്ളാനെ കാണുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുത്തു. തങ്ങളെ ആദരിച്ചപ്പോൾ അല്ലാഹു തആല തിരിച്ചു പോരുന്ന സമയത്ത് നൽകിയ സമ്മാനമാണ് 50 വഖ്ത് നിസ്കാരം. ആ 50 വഖ്ത് നിസ്കാരവും സമ്മാനമായി കിട്ടി തിരിച്ചു പോരുമ്പോ വഴിയിൽ വെച്ച് മൂസാ നബി അലൈഹിസ്സലാമിനെ കാണുകയും മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, തങ്ങളെ ഇത് അവിടുത്തെ ഉമ്മത്തിന് സഹിക്കാൻ കഴിയൂല, താങ്ങാനാകൂല, അതുകൊണ്ട് അള്ളാഹിനോടൊന്ന് ചുരുക്കി തരാൻ പറ. അള്ളാഹുവിന്റെ അടുക്കലേക്ക് ചെന്നു, 5 ചുരുക്കി കൊടുത്തു, 45 തിരിച്ചു വരും. വഴിയിൽ വെച്ച് മൂസാ നബി വീണ്ടും ഇടപെട്ടു. മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇത് നിസ്കരിക്കാൻ കഴിയൂല, പോയിട്ട് ചുരുക്കി തരാൻ പറ. അള്ളാഹുവിന്റെ റസൂല് വീണ്ടും ചെന്നപ്പോൾ ചുരുക്കി കൊടുത്തത് 5, ബാക്കി 40. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാം 9 തവണ ഇടപെട്ടു. 9 തവണ ഇടപെട്ടപ്പോഴും 9 5 45 ചുരുക്കി. ഇനി 5 തിരിച്ചു പോരാണ്. അപ്പൊ മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, അള്ളാഹിനോട് പറ ഒന്നുകൂടി ചുരുക്കി തരാൻ. അപ്പൊ അള്ളാഹു റസൂല് പറഞ്ഞു, ഞാൻ അള്ളാഹുവിനെ ഇനി പോയി ഈ വിഷയത്തിന് സമീപിക്കുന്നതിൽ ലജ്ജിക്കുകയാണ്. കാരണം ഓരോ പോക്കിലും 5 ചുരുക്കണത്. ആദ്യം പോയപ്പോ ചുരുക്കി 45 പിന്നെ 40 പിന്നെ 35 പിന്നെ 30 അങ്ങനെ 5 ചുരുക്കിക്കൊണ്ടു. ഇനി ഞാൻ ചെന്ന് പറഞ്ഞാൽ ഇനി 5 ബാക്കിയുള്ളൂ, ഈ നിസ്കാരം തന്നെ ഇല്ലാതെയാവും. അതുകൊണ്ട് ഇനി ചുരുക്കിത്തരാൻ ആവശ്യപ്പെട്ടാൽ ഇതുവരെയുള്ള അനുഭവം വെച്ചിട്ട് 5 ചുരുക്കണത്, ഇനി ചുരുക്കിയാൽ ആ 5 കൂടി ഇല്ലാതെയാവൂലേ? അതുകൊണ്ട് ഇനി അള്ളാഹുവിനെ സമീപിക്കുന്നതിൽ ഞാൻ ലജ്ജിക്കുകയാണ്. അങ്ങനെ അതുമായി അള്ളാഹു റസൂൽ തിരിച്ചു പോകും. ഇത് അള്ളാഹു അങ്ങോട്ട് വിളിച്ചു വരുത്തി അള്ളാഹിനെ കാണിച്ചു കൊടുത്ത് 1,24,000 അമ്പിയാക്കന്മാർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കാത്ത ഒരു പദവിയും ഒരു അനുഗ്രഹവും ഈ ദുനിയാവിൽ വെച്ച് തന്നെ നൽകിക്കൊണ്ട് അള്ളാഹു ആദരിച്ചു കൊടുത്ത ഒരു നിസ്കാരം. ആ നിസ്കാരമാണ് നമ്മുടെ ശരീരം കൊണ്ട് ചെയ്യുന്ന ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ആരാധന. വാനലോകത്തുള്ള മലായിക്കത്തുകൾ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇബാദത്താണ്. നിസ്കാരത്തിൽ എന്തെല്ലാം 8, 9, 7 ഘട്ടങ്ങൾ നിസ്കാരത്തിൽ, 7 ഘട്ടങ്ങൾ നമ്മുടെ നിസ്കാരങ്ങളിൽ. ഖിയാം, റുകൂഅ്, ഇഅ്തിദാൽ, സുജൂദ്, സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തം, 2ാമത്തെ സുജൂദ്. 2ാമത്തെ റക്അഅത്ത് എഴുന്നേറ്റാൽ ഇതൊക്കെ ആവർത്തിക്കുന്നു. 3ാമത്തെ റക്അഅത്ത് എഴുന്നേറ്റാലും ഇത് ആവർത്തിക്കും. 4ാമത്തെ റക്അഅത്തിൽ സുജൂദ് പൂർത്തിയായാൽ അവസാനത്തെ അത്തഹിയാത്ത് എന്ന ഫർളിന് വേണ്ടി ഇരിക്കുന്നു. ഈ 7 ഘട്ടങ്ങൾ, നിസ്കാരത്തിൽ വരുന്ന 7 ഘട്ടങ്ങൾ അള്ളാഹുവിന്റെ മലക്കുകൾ അതിനായി മുഴുകിക്കൊണ്ടിരിക്കും. ചിലർ നൃത്തത്തിൽ തന്നെ, ചിലർ റുകൂയിൽ തന്നെ, മറ്റു ചിലർ സുജൂദിൽ തന്നെ. എല്ലാ മലക്കുകളും ചെയ്യുന്ന ആ പണി നമ്മൾ ഓരോ ദിവസവും ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ റുകൂഅ് ചെയ്യുന്ന മലക്കുകളോട് നമ്മൾ സാദൃശ്യമാകുന്നു, ഖിയാമിൽ നിൽക്കുന്ന മലക്കുകളോട് നമ്മൾ സാദൃശ്യമാകുന്നു. ഓരോ സംഗതികളോടും മലക്കുകൾ എല്ലാവരും കൂടി ചെയ്യുന്ന ഈ പണി നമ്മളെല്ലാം ഓരോരുത്തരും അത് അവനവന്റെ നഫ്സ് കൊണ്ട് ചെയ്യുന്നു. മാത്രമല്ല ഒരുപാട് മഹത്വങ്ങൾ മറ്റു ഇബാദത്തുകളെ അപേക്ഷിച്ച് നിസ്കാരം എന്ന ഇബാദത്തിന് ഉണ്ട്. ഈ നിസ്കാരം അള്ളാഹു ഫർളാക്കിയത് ഇങ്ങനെ ആയതുകൊണ്ട് നിസ്കാരത്തിന്റെ ശിക്ഷയും വളരെ ഗൗരവമാണ്. ഒരു വഖത്ത് നിസ്കാരം ഒരാൾ ഉപേക്ഷിച്ചാൽ, ഇപ്പൊ ളുഹ്ർ, ആ അസറിലേക്ക് അതിനെ എന്താക്കാം, ജമ്മാക്കി. യാത്രക്കാരനൊക്കെ ആണെങ്കിൽ അതിനെ ജമ്മാക്കാം. 132 കിലോമീറ്റർ യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അയാൾക്ക് എന്ത് ചെയ്യാം, ളുഹ്റിനെ അസറിലേക്ക് ബന്ധിക്കാം. അല്ല, ളുഹ്ർ നിസ്കരിച്ചപ്പോ അസറിന് അഡ്വാൻസ് ആയി ളുഹ്റിന്റെ കൂടെ നിസ്കരിക്കുകയും ചെയ്യാം.
ഓരോ നിസ്കാരത്തിനും ഒരു ടൈം ഉണ്ടല്ലോ, ആ ടൈം തെറ്റിക്കാൻ പാടില്ല. കൃത്യ ടൈമിന് തന്നെ നിസ്കരിച്ചോളണം. ആ ടൈം തെറ്റിക്കുകയാണെങ്കിൽ 3 കാര്യങ്ങൾക്ക് തെറ്റിക്കാൻ പാടുള്ളൂ. ഒന്ന്, യാത്രയിൽ ബന്ധപ്പെട്ടുകൊണ്ടുള്ള ജമ്മിന് വേണ്ടി ഹലാലായ ഒരു യാത്ര, ഒരു പ്രത്യേക ഉദ്ദേശ്യമുള്ള ഒരു സ്ഥലം, ഒരു നിശ്ചിത സ്ഥലം ലക്ഷ്യം വെച്ച് ഹലാലായ ഒരു ഉദ്ദേശത്തിന് വേണ്ടി അവൻ ഇറങ്ങി തിരിച്ചാൽ ആ യാത്ര 132 കിലോമീറ്ററിൽ കൂടുതലുണ്ടോ ആ നിസ്കാരത്തിന് ചില അഡ്ജസ്റ്റുകളൊക്കെ ഉണ്ട്. ളുഹറിനെ അസറിന്റെ കൂടെ നിസ്കരിച്ചോളാം എന്ന് പറഞ്ഞ് ളുഹറിനെ അസറിലേക്ക് മാറ്റിവെക്കാം. ളുഹർ നിസ്കരിക്കുമ്പോൾ നമ്മൾ യാത്രയിലാണ്. ഈ യാത്രയിലായപ്പോൾ നമുക്ക് ഇറങ്ങി നിസ്കരിക്കാൻ പറ്റിയ ട്രെയിനിലോ മറ്റോ ഒക്കെയാണ്. അപ്പൊ നിസ്കരിക്കാൻ പറ്റാതാകുമ്പോൾ ഈ ളുഹറിനെ അസറിലേക്ക് മാറ്റിവെക്കാം. അസറിന് കോഴിക്കോടെത്തും, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ആ സ്ഥലത്ത് എത്തും, അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് ഇറങ്ങി നിസ്കരിക്കാൻ സൗകര്യം കിട്ടും എന്ന് കണ്ടാൽ ഈ ളുഹറിനെ അസറിലേക്ക് മാറ്റിവെക്കാം. അതല്ല, അസറിന്റെ സമയത്ത് യാത്രയിലായിരിക്കും, ഇപ്പോൾ നമ്മൾ നിസ്കരിക്കാൻ പറ്റിയ സൗകര്യമുള്ള സ്ഥലത്താണ്, എന്നാൽ ആ അസറിനെ ളുഹറിന്റെ ടൈമിലേക്ക് ഇങ്ങോട്ടും മാറ്റിവെക്കാം. ളുഹർ നിസ്കരിച്ച ഉടനെ അസറിലേക്ക് വന്നു. ഇതിനൊക്കെ ഒരുപാട് നിബന്ധനകളുണ്ട്. ഖസ്ർ ജമ്മിന്റെ ഒക്കെ ഒരുപാട് നിബന്ധനകൾ. ഒന്ന്, നമ്മുടെ മഹല്ല് വിട്ടിട്ട് ഈ പണിക്ക് ചെയ്യാൻ പാടും. മലപ്പുറം മഹല്ലത്തിന്റെ ഈ പ്രദേശത്ത് താമസിക്കുന്നവരാണെങ്കിൽ, ഇപ്പൊ മൈലപ്പുറം, മലപ്പുറം ഈ ഭാഗത്തൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ മലപ്പുറത്തിന്റെ അതിർത്തി വിട്ടിട്ട് ഈ പണികൾ തുടങ്ങാൻ പാടുള്ളൂ. ജമ്മും ഖസ്റും ഒക്കെ തുടങ്ങാൻ പാടും. എന്റെ നാട്, ഞാനിപ്പോ താമസിക്കുന്നത് കൊളത്തൂരാണ്, മലപ്പുറത്താണ്. ഞാൻ ഇവിടുന്ന് ഒരു യാത്ര തീരുമാനിച്ചു. എങ്ങോട്ടാ യാത്ര? തിരുവനന്തപുരത്തേക്ക് യാത്ര പോകും. 132 കിലോമീറ്ററിലൊക്കെ കൂടുതലുണ്ട്. എറണാകുളത്തേക്ക് പോവുകയാണെങ്കിൽ തന്നെ 132 കിലോമീറ്ററിൽ കൂടുതലുണ്ടല്ലോ. ഞാൻ ഇവിടുന്ന് ഇറങ്ങാൻ തീരുമാനിച്ചപ്പോൾ ളുഹർ നിസ്കരിച്ചു, അതിന്റെ കൂടെ തന്നെ അസ്ർ നിസ്കരിച്ചു. ഞാൻ ഈ നാട്ടുകാരനല്ല, ഈ പ്രദേശത്തുകാരനുമല്ല, യാത്രയിലാണ്. പക്ഷെ ഞാൻ പോണത് കൊളത്തൂർ കൂടിയാണ്, എന്റെ നാട്ടിൽ കൂടിയാണല്ലോ ഞാൻ പോവുക. അവിടെ വെച്ച് യാത്ര മുറിഞ്ഞതായി പരിഗണിക്കപ്പെടും. എന്റെ നാട്ടിൽ കൂടിയാണ് ഞാൻ പോകുന്നത് എന്നതുകൊണ്ട് എന്റെ യാത്ര മുറിഞ്ഞതായി ഇനി അവിടം വിട്ടിട്ട് ആ മഹല്ലത്തിന്റെ അതിർത്തി വിട്ടതിന് ശേഷമേ എന്താവുള്ളൂ, ഖസ്ർ ജമ്മിന്റെ യാത്രയുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മാറ്റിവെക്കൽ നിയമം രണ്ടാമത് പുനഃസ്ഥാപിക്കപ്പെടണം. അപ്പൊ ഞാൻ യാത്രക്കിടയിൽ എന്റെ മഹല്ലത്ത് കൂടി, ഞാൻ താമസിക്കുന്ന വീട് വെച്ച് താമസിക്കുന്ന എന്റെ മഹല്ലത്ത് കൂടി യാത്ര ചെയ്താലും ആ യാത്ര എന്താവും, മുറിഞ്ഞതായി പരിഗണിക്കപ്പെടും. സ്വന്തം മഹല്ല് വിട്ടതിന് ശേഷമേ ഈ പണിയൊക്കെ നടത്താൻ പാടുള്ളൂ. യാത്രക്കിടയിൽ മഹല്ലത്ത് കൂടി പോയാലും വിധി അങ്ങനെ തന്നെ, മഹല്ല് വിട്ടിട്ടില്ല എന്ന് കണക്കാക്കപ്പെടും. അപ്പൊ എന്താ പറഞ്ഞു വന്നത്? നിസ്കാരം അതിന് നിശ്ചയിച്ച ഒരു ടൈം, ആ ടൈം തെറ്റിക്കാതെ കൃത്യ ടൈമിൽ നിസ്കരിക്കണം. ആ ടൈം തെറ്റിക്കാൻ ആർക്കേ അവകാശമുള്ളൂ? യാത്രയിൽ ജമ്മാക്കുന്ന ആളുകൾക്ക്. ജമ്മാക്കണത് ഒന്നെങ്കിൽ അങ്ങോട്ടാക്കാം, അല്ലെങ്കിൽ അഡ്വാൻസായി ഇതിന്റെ കൂടെ നിസ്കരിക്കാം. രണ്ടും പറ്റും. അത് അവന്റെ യാത്രയുടെ സൗകര്യം പോലെ ചെയ്യാം. മഹല്ല് വിട്ടതിന് ശേഷമേ പറ്റുള്ളൂ. 132 കിലോമീറ്റർ ചുരുങ്ങിയത് ഉണ്ടാവണം. ഇവിടുന്ന് കോഴിക്കോട് ഒന്നും പറ്റൂല. 132 കിലോമീറ്റർ അല്ലെങ്കിൽ അതിന്റെ മുകളിലേക്ക് ഉണ്ടായിരിക്കണം. ഹലാലായ ഉദ്ദേശത്തിനാവണം. ഒരു നിശ്ചിത ഹലാലായ ഉദ്ദേശത്തിന് പോകുന്ന യാത്രക്കാരന് ഇത് അപ്പോ നിസ്കാരം അതിന്റെ ടൈം തെറ്റിക്കാൻ ആർക്കും അവകാശം? ഒന്ന്, യാത്രക്കാരൻ. 2, ഉറങ്ങിയവൻ. എങ്ങനെ ഉറങ്ങുക? വഖത്ത് കടക്കുന്നതിന് മുമ്പ് ഉറങ്ങി, വഖത്ത് കഴിഞ്ഞതിന് ശേഷമേ ഉണർന്നുള്ളൂ. ഈ വഖത്ത് കടന്നു പോയ വിവരമേ അവൻ അറിഞ്ഞില്ല. 11 മണിക്ക് അങ്ങോട്ട് ഉറങ്ങി, എഴുന്നേറ്റ് നോക്കുമ്പോ 5 മണിയാണ്. ളുഹറിന്റെ വാങ്ങ് കൊടുത്തോ ഇല്ലേ ഒന്നും അറിഞ്ഞില്ല. അതിന്റെ ഇടക്ക് ഒരു അല്പം പോലും ഉണർന്നില്ല. ഉണർന്ന് പിന്നെയും കിടന്നുറങ്ങിയതാണെങ്കിൽ പറ്റൂല. തുടർച്ചയായി ഈ വഖത്ത് നഷ്ടപ്പെട്ടു പോകുന്നത് വരെ, അത് കടന്നതും പോയതും അറിയാത്ത വിധം അവൻ ഉറക്കിലേക്ക് അങ്ങ് മുഴുകിപ്പോയി, ഉറക്കിൽ പെട്ടുപോയി എങ്കിൽ എഴുന്നേറ്റ് നോക്കുമ്പോ സമയം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്നതിന് അവൻ കുറ്റക്കാരനല്ല. നിശ്ചിത സമയത്ത് നിസ്കരിക്കാൻ പറ്റില്ല എന്നതിന് കുറ്റക്കാരനല്ല. മൂന്നാമത്തത് മറവി, മറക്കുക. എന്തേ മറന്നു എന്ന് അല്ലാഹു ചോദിക്കൂല. റുഫിഅ അൻ ഉമ്മത്തി അൽ ഖതഉ വൻ നിസ്യാൻ. എന്തേ മറന്നത്? ആദം നബി അലൈഹിസ്സലാം സ്വർഗത്തിൽ അല്ലാഹു തആല താമസിപ്പിച്ചപ്പോ, സ്വർഗത്തിൽ എന്തിനാ ആദം നബിയെ അല്ലാഹു സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത്? ആദം നബിയെ അല്ലാഹു തആല സ്വർഗത്തിൽ നിന്ന് ഭൂമിക്ക് പറഞ്ഞയച്ചത് അല്ലാഹു തആല തിന്നരുത് എന്നുള്ള പറഞ്ഞ ഒരു പഴം തിന്നതിന്റെ പേരിലാണ് അല്ലാഹു തആല സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത് എന്ന് ബിദ്അത്തുകാർ പലരും പറയാറുണ്ട്.
മാഷാ അല്ലാഹ്, അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. ആദം നബി അലൈഹി സ്വലാം സ്വർഗത്തിന്റെ പഴം തിന്നിട്ടാണോ പുറത്താക്കിയത്? അല്ല. എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് ആദം നബിനെ സൃഷ്ടിക്കുന്നതിന്റെ ഒക്കെ മുമ്പ് മലക്കുകളോട് അള്ളാഹു മുശാവറത്ത് ചെയ്തത് എന്താ? ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, ഞാൻ ഭൂമിയിൽ ഒരു പ്രതിനിധിയാക്കാൻ പോകുന്നു. അള്ളാഹുവിന്റെ നേരത്തെ ഉള്ള മുശാവറത്ത് ഭൂമിയിലേക്കാണ്. അപ്പൊ പഴം തിന്നിട്ട് പുറത്താക്കിയതല്ല. ആദം നബി അലൈഹി സ്വലാം സ്വർഗത്തിൽ താമസിക്കുമ്പോൾ പറഞ്ഞിരുന്നു അല്ലാഹു തആല ആ മരത്തിൽ നിന്ന് ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞിരുന്നു. ഫനസിയ ആദമു, ആ കാര്യം ആദം നബി അലൈഹി സ്വലാം മറന്നു. ആദം നബി അലൈഹി സ്വലാം മറന്നത് കൊണ്ട് ഫനസിയ ബനൂഹു, ആദം നബിയുടെ മക്കളും മറന്നു. ആദം നബിക്ക് മറവി സംഭവിച്ചു, മക്കൾക്കും മറവി സംഭവിച്ചു. ഇൻസാൻ എന്നത് നസിയം മൻസിയ എന്ന ധാതുവിൽ നിന്ന് പിടിച്ചതാ. മറവി എന്ന ആ പദത്തിൽ നിന്നാണ് ഇൻസാൻ എന്ന പദം തന്നെ ഉണ്ടായത്. അപ്പൊ അത് മനുഷ്യന്റെ സ്വാഭാവികമാണ്, സഹജമാണ്, മറക്കും. മറന്ന് ചെയ്തതിന് ദോഷമില്ല, ചോദ്യമില്ല. ആദം നബി അലൈഹി സ്വലാം മറന്ന് ആ പഴം തിന്നത് തെറ്റല്ല, അത് ദോഷമല്ല. മറന്ന് ചെയ്തതല്ലേ, അതിന് തെറ്റ്, ദോഷം എന്ന് ദമ്പ് എന്ന് പറയില്ല. ഒരു മനുഷ്യൻ മറന്നുപോയി, 11 മണിക്ക് എന്തോ വിഷയത്തിൽ ഏർപ്പെട്ടതാണ്. 5 മണിയായപ്പോ എടാ ഞാൻ ളുഹർ നിസ്കരിച്ചിട്ടില്ലല്ലോ, അതിന്റെ ടൈം കടന്നതേ അറിഞ്ഞില്ലല്ലോ, ബാങ്ക് കൊടുക്കണത് കേട്ടിട്ടുണ്ട്, നിസ്കരിക്കാതെ വിചാരിച്ചും ചെയ്തു. പിന്നെ അസറിന്റെ ബാങ്ക് കൊടുത്തപ്പോഴാണ് എടാ ളുഹർ നിസ്കരിച്ചില്ല, അത് പറ്റൂല, ഈ ളുഹറിന്റെ ടൈം കടന്നതേ അറിഞ്ഞില്ല. അങ്ങനെ ആ നിസ്കാരം അങ്ങോട്ട് നടന്നുപോയി. എന്നാൽ ഈ 3 കൂട്ടർക്ക് ജമ്മിന്റെ കാരണത്തിന്, യാത്രയുടെ കാരണത്തിന് വേണ്ടി മുന്തിച്ചോ പിന്തിച്ചോ നിസ്കാരത്തിന്റെ ടൈം തെറ്റിച്ചു വെക്കുന്നവർ യാത്രയുമായി ബന്ധപ്പെട്ടു, അല്ലെങ്കിൽ ഉറക്കിൽപ്പെട്ടുകൊണ്ട് വക്കത്ത് കടന്നതേ അറിഞ്ഞില്ല, അല്ലെങ്കിൽ മറന്നുപോയി വക്കത്ത് കടന്നതേ അറിഞ്ഞില്ല. ഇത്തരം ആളുകളല്ലാതെ ഒരു മനുഷ്യൻ നിസ്കാരത്തിന്റെ ടൈം തെറ്റിച്ചാൽ, ഇപ്പൊ ഇസ്ലാം അനുവദിച്ചത് ഈ 3 കാര്യമുള്ളൂ. പീടിയിൽ തിരക്ക് പിടിച്ച കച്ചവടമാണ്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു ഓഫീസിൽ കയറി ചെന്നതാണ്, അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിപ്പോരാ ഒരു മാർഗമില്ല. പ്രത്യേകിച്ച് നിസ്കാരത്തിനൊന്നും വിട്ടുവീഴ്ചയൊന്നുമില്ല. നിസ്കാരം ആ കൃത്യസമയത്ത് നടത്തിക്കോളണം. വക്കത്ത് നഷ്ടപ്പെട്ടു പോകുന്നതിന് നിസ്കാരം നടത്തണം. നിസ്കാരം തെറ്റിക്കുന്നതിന് അള്ളാഹുവിനടുക്കൽ ശിക്ഷിക്കാതിരിക്കാൻ ഈ 3 കാരണേ ഉള്ളൂ. ഒരാള് പള്ളിയിൽ വന്നിട്ട് ളുഹർ നിസ്കരിച്ചത് കണ്ടില്ല, അങ്ങനെ ഇരിക്കണം. എന്നാൽ ളുഹറിന്റെ ടൈം കഴിഞ്ഞ അസറിന്റെ ബാങ്ക് വിളിച്ചു. ഇസ്ലാമിക ഭരണം നടക്കുന്ന ഒരു സ്ഥലത്താണെങ്കിൽ അയാളെ പിടിച്ച് ശിക്ഷിക്കാമോ? ഇല്ല. മഗ്രിബിന്റെ ബാങ്ക് കൊടുക്കുന്നത് വരെ ശ്രദ്ധിക്കാം. എന്തുകൊണ്ട്? ഇയാൾ ളുഹറിനെ അസറിലേക്ക് ജമ്മാക്കിയതാണെങ്കിലോ. അപ്പൊ ആ നിസ്കാരത്തിന്റെ ജമ്മിന്റെ ടൈം കഴിഞ്ഞാൽ അയാളെ പിടിച്ചിട്ട് അല്പം നീളം കുറക്കണം, അയാളെ കഴുത്തങ്ങട് വെട്ടണം. ഇതാണ് ഇസ്ലാമിന്റെ വിധി. ഒരു ഇസ്ലാമിക ഭരണം നടക്കുന്ന നാടാണെങ്കിൽ നിസ്കാരം അതിന്റെ ടൈം തെറ്റിച്ചാൽ എന്ന് പറഞ്ഞത് ളുഹർ നിസ്കാരത്തെ അസറിന്റെ ബാങ്ക് വിളിച്ച ഉടനെ എന്നല്ല, ആ ളുഹറിനെ അസറിലേക്ക് ജമ്മാക്കാൻ ചാൻസ് ഉള്ള, ജമ്മാക്കാവുന്ന ഒരു നിസ്കാരമായതുകൊണ്ട് ജമ്മിന്റെ ടൈമും കൂടി കഴിഞ്ഞിട്ട് അസറിന്റെ ടൈമും കൂടി കഴിഞ്ഞ് മഗ്രിബിന്റെ ബാങ്ക് വിളിച്ചാൽ ഇസ്ലാമിക ജഡ്ജി അയാളെ അങ്ങോട്ട് പിടിച്ചിട്ട് തലവെട്ടണം, നിയമത്തിന് വിധേയമായി തലവെട്ടണം. അപ്പൊ ഇത്ര കർശനമായി അള്ളാഹു ഇത്ര ആദരിച്ചു ബഹുമാനിച്ച് നിബിതങ്ങളെ ഏൽപ്പിച്ച നിസ്കാരത്തെ, അതിന്റെ ബഹുമാനം കാത്തു സൂക്ഷിക്കാത്ത ഒരാളെ അതിന് നൽകുന്ന ശിക്ഷയും വളരെ ഗൗരവമാണ്. ഇങ്ങനെ തലവെട്ടണം എന്നെവിടെയുള്ളത്? നിസ്കാരത്തിനല്ലാതെ തലവെട്ടാനുള്ളൊരു നിയമം ഇല്ല. സൗദി അറേബ്യയിൽ തലവെട്ടണില്ലേ? കള്ളു കുടിച്ചവനെ, മയക്കുമരുന്നുമായി സൗദിയിലേക്ക് കടന്നു വന്ന ഒരാളെ പിടിച്ചിട്ട് തലവെട്ടും. അതല്ലെങ്കിൽ പല ജാതി തെറ്റുകൾക്കും അവിടെ തലവെട്ടും. ചിലപ്പോ വ്യഭിചാര കുറ്റത്തിനും ചിലപ്പോ തലവെട്ടിന്ന് വരും. എങ്കിൽ തലവെട്ട് ഇവിടുന്ന് വന്നതാണ്. അല്ലാഹു അക്ബർ. ഇസ്ലാമിൽ തലവെട്ടാൻ കൽപ്പിച്ചത് ഒരു തെറ്റിനാണ്. ഏതിന്? നിസ്കാരത്തിൽ. അവന്റെ പെരടി വെട്ടൽ കൊണ്ട് അവനെ കൊല്ലണം. തൂക്കി കൊല്ലല്ല, ഇഞ്ചക്ഷൻ ചെയ്ത് കൊല്ലല്ല, വെടിവെച്ച് കൊല്ലല്ല. എങ്ങനെ കൊല്ലേണ്ടത്? അവന്റെ പെരടി വെട്ടിയിട്ട് അവനെ കൊല്ലണം എന്നതാണ് ഇതിന്റെ നിയമം. അപ്പൊ അവര് പറയുന്നത് എന്താണെന്നറിയും? എന്തിനാ ഇപ്പൊ സൗദി അറേബ്യയിൽ ഇങ്ങനെ എല്ലാത്തിനും തലവെട്ടണത്? അവര് പറഞ്ഞത് ഔ യുംഫൗ മിനൽ അർള്, ഭൂമിയിലെ ഇല്ലാതാക്കുക. ഇജ്ജാതി മനുഷ്യന്മാരെ ഫസാദൻ ഔ യുഖത്തലു ഔ യുസല്ലബു എന്ന് ഖുർആൻ പറഞ്ഞല്ലോ. ഇമ്മാതിരി ഫസാദ് ഉണ്ടാക്കുന്ന മനുഷ്യന്മാരെ ഔ യുംഫൗ മിനൽ അർള്, ഭൂമിയിൽ തന്നെ നശിപ്പിച്ച് കളയാം.
ആ അടിസ്ഥാനത്തിലാണ് തലവെട്ടണത്. ഞാനൊരു പള്ളിയിലെ ഇമാമിനോട് ചോദിച്ചു. അപ്പൊ ആ പള്ളിയിലെ ഇമാമിനോട് ചോദിച്ചപ്പോ അയാൾ പറഞ്ഞ മറുപടി ഔ യുംഫൗ മിനല്ലാറും, അതിനകത്ത് നിങ്ങൾ തലവെട്ടാൻ കാരണം ഇസ്ലാം തലവെട്ടാൻ കൽപ്പിച്ചിരിക്കുന്ന നസ്സായി പറഞ്ഞ സംഗതി നിസ്കാരം ഉപേക്ഷിച്ചാലാണ്. കള്ളു കുടിച്ചാൽ തലവെട്ടുമോ? ഇല്ല. കട്ടവന്റെ തലവെട്ടുമോ? ഇല്ല. അപ്പൊ അള്ളാഹു ഇത്രയും ബഹുമാനിച്ചൊരു നിസ്കാരത്തെ അതിന്റെ ടൈം തെറ്റിച്ച് കൃത്യമായ സമയത്ത് നിസ്കരിച്ചില്ലെങ്കിൽ ഒരു ദിവസം അടുത്ത ദിവസത്തേക്ക് വെക്കാൻ പാടില്ല. ഇന്നത്തെ ളുഹർ അടുത്ത നാളത്തേക്ക് വെക്കാൻ പാടില്ല. ഇന്ന് മഗ്രിബ് ആകലോട് കൂടി അവനെ പണി കഴിക്കണം. എന്നിട്ട് അവനെ തലവെട്ടിയിട്ട് മുസ്ലിമീങ്ങളെ പൊതു ഖബർസ്ഥാനിയിൽ അവൻ നിസ്കരിക്കണം. മയ്യിത്ത് നിസ്കരിക്കൊക്കെ വേണം. കുളിപ്പിക്കണം, കഫൻ ചെയ്യണം, മയ്യിത്ത് നിസ്കരിക്കണം. പള്ളിയിൽ കൊണ്ടുപോയി യുദ്ഫനു ഫീ മഖാബിരിൽ മുസ്ലിമീന, മുസ്ലിമീങ്ങളെ ഖബർസ്ഥാനത്ത് കൊണ്ടുപോയിട്ട് മറവ് ചെയ്തിട്ട് അവന്റെ ഖബറിന്റെ മുകളിൽ ഒരു ബോർഡ് എഴുതി വെക്കണം. എന്ത്? നിസ്കരിക്കാത്തതിന്റെ പേരിൽ തലവെട്ടി കുഴിച്ചിട്ടവന്റെ ഖബറാണെന്ന്. അഥവാ അവന്റെ ഖബർ മറ്റുള്ളവർക്ക് കണ്ടാൽ ബോധ്യപ്പെടുന്ന വിധത്തിൽ ഇത് നിസ്കരിക്കാത്തതിന്റെ പേരിൽ തലവെട്ടി കുഴിച്ചിട്ടവന്റെ ഖബറാണെന്ന് മനസ്സിലായി മറ്റുള്ളവർ പേടിച്ചിട്ട് നിസ്കാരം ഉപേക്ഷിക്കാതിരിക്കാൻ ആവശ്യമായ ഒരടയാളം അവന്റെ ഖബറും ഉണ്ടാവണം. വലായുത്തുമസു ഖബറുഹു, അവന്റെ ഖബർ തട്ടി നിരത്തി കളയരുത്. അതെല്ലാം ശ്രദ്ധിക്കപ്പെടുന്ന വിധത്തിൽ ഉണ്ടാവും. എന്താ ഈ ഖബറിന്റെ പ്രത്യേകത? അതെ, നിസ്കരിച്ചാത്തിന്റെ പേരിൽ തലവെട്ടി കുഴിച്ചിട്ടവന്റെ ഖബറാണ്. നിസ്കരിക്കാതിരുന്ന തലവെട്ടൂലേ? അതെ, ഇത് ഇസ്ലാമിക ഭരണകൂടം നടപ്പാക്കുന്ന വിധിയാണ്. ഇന്ത്യൻ ജനാധിപത്യ രാജ്യത്തേക്കല്ല ഈ നിയമം പറയുന്നത്. ഇവിടെ നമുക്ക് ക്രിമിനൽ വകുപ്പുകൾ, ഇസ്ലാമിന്റെ ശിക്ഷാമുറകൾ കൈകാര്യം ചെയ്യാൻ അധികാരമില്ല. കട്ടവന്റെ കൈമുറിക്കാൻ അധികാരമില്ല. വ്യഭിചരിച്ചവനെ എറിഞ്ഞുകൊല്ലാൻ അധികാരമില്ല. നിസ്കരിക്കാത്തവന്റെ തലവെട്ടാൻ അധികാരമില്ല. അതൊക്കെ ഇസ്ലാമിക ഭരണം നടക്കുന്ന നാട്ടിൽ അവിടെ ഒരു ഖബർ കാണുമ്പോൾ സാധാരണ ഖബറിൽ നിന്നൊരു പ്രത്യേകമായ ഖബർ. എന്താ ഈ ഖബറിന്റെ പ്രത്യേകത? അത് നിസ്കരിക്കാത്തതിന്റെ പേരിൽ തലവെട്ടി കുഴിച്ചിട്ട് അവന്റെ ഖബറാണ്. ഈ നിലക്ക് അറിയപ്പെടണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നിസ്കരിക്കാത്ത മനുഷ്യന് എന്ത് വില കൽപ്പിക്കുന്നു? അള്ളാഹു ഏറ്റവും ബഹുമാനിച്ച് ആദരിച്ചു കൊടുത്തൊരു നിസ്കാരം, ശരീരം കൊണ്ട് ചെയ്യുന്ന ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം, ഒരൊറ്റ വഖത്ത് നിസ്കാരം ഉപേക്ഷിച്ചാൽ 80,000 കൊല്ലം നരകത്തിൽ കിടക്കണമെന്നാണ്. 80,000 കൊല്ലം. മഹ്ശറിലുള്ള പരലോകത്തേക്ക് ചെന്ന ആഖിറത്തേക്ക് ചെന്നാലുള്ള ഒരു കൊല്ലം, ഒരു ദിവസം ദുനിയാവിലെ 1000 വർഷമാണ്. ഫീ യൗമിൻ കാന മിഖ്ദാറുഹു അൽഫ സനത്തിൻ മിമ്മാ തഉദ്ദൂൻ, നിങ്ങൾക്ക് എണ്ണിക്കണക്കാക്കാൻ കഴിയുന്ന 1000 കൊല്ലം എത്ര ഉണ്ടാവും? പരലോകത്തെ 1000 കൊല്ലം എത്ര ഉണ്ടാകും? പരലോകത്തെ 80,000 കൊല്ലം എത്ര ഉണ്ടാകും എന്ന് നിങ്ങൾ ചിന്തിക്കും. ആദം നബി അലൈഹി സ്വലാമിനെ അല്ലാഹു തആല സൃഷ്ടിച്ചിട്ട് ഇന്നത്തേക്ക് 10,000 കൊല്ലം കഴിഞ്ഞിട്ടില്ല. ഇത്രയും കാലം ഒരു മനുഷ്യൻ 14 മണിക്കൂർ നോമ്പ് നോച്ചിട്ട് തന്നെ വൈകുന്നേരം പെയ്യുമ്പോൾ ഇടയ്ക്കിങ്ങനെ മഴ പെയ്തതോട് തിരക്കിടില്ല. ഇത് നല്ല കുംഭമീന മാസക്കാലാണെങ്കിലോ ഈ നോമ്പ് വൈകുന്നേരം ആക്കുമ്പോഴേക്ക് നമ്മളൊക്കെ ക്ഷീണിക്കുന്നുണ്ടല്ലേ, തളരുന്നുണ്ട്. നോമ്പകട് മുറിക്കണ സമയത്ത് ഗ്ലാസ് ചുണ്ടിലേക്ക് വെച്ചാൽ കുടിച്ച് തീർന്നിട്ടേ ഗ്ലാസ് എടുക്കോളും. ആ വെള്ളം മുഴുവൻ കുടിച്ച് തീർന്നത് അറിഞ്ഞില്ല. എന്നാ ആദം നബിന്റെ കാലം മുതൽ ഇന്ന് വരെ വെള്ളം കുടിക്കാതെ നിൽക്കാൻ പറ്റുമോ? 10,000 കൊല്ലം, 80,000 കൊല്ലം നരകത്തിൽ കടന്ന് ശിക്ഷ അനുഭവിക്കണം. എന്താ നരകം? നരകത്തിന്റെ എന്താ ചിന്തിക്കില്ലേ? ദുനിയാവിലെ തീയിന്റെ 80 ഇരട്ടി ശക്തി കൂടുതലാണ് നരകത്തിലെ തീയിൽ. ദുനിയാവിലെ തീയിന്റെ 80 ഇരട്ടി ശക്തി കൂടുതലാണ്. ദുനിയാവിലെ തീ എന്ന് പറഞ്ഞാൽ എത്രയാ? ദുനിയാവിലെ തീ തന്നെ പല തരത്തിലുള്ള തീയുണ്ട്. ദുനിയാവിലെ തീ പല തരത്തിലുള്ള ശക്തിയാണ്. നമ്മളെ ഉമ്മമാര്, ഭാര്യമാര് അടുപ്പിൽ വിറക് വെച്ച് കത്തിച്ചിട്ട് അതിന്റെ മുകളിൽ ഒരു പാത്രം വെച്ച് വെള്ളം ചൂടാക്കി തിളപ്പിക്കുമ്പോ ചായ ഉണ്ടാക്കാൻ വേണ്ടി കത്തിക്കുന്ന ഈ വിറക് കത്തിക്കുമ്പോ വിറക് എത്ര ഡിഗ്രി ചൂടിലാണ് കത്തുന്നത്? 80 ഡിഗ്രി ചൂടിലാണ് കത്തുന്നത്. ഈ 80 ഡിഗ്രി ചൂടിൽ വിറക് പൊട്ടി കത്തിക്കൊണ്ടിരിക്കുമ്പോ ഒരു 5 മിനിറ്റ് അതിലേക്ക് കൈവച്ചു കൊടുക്കാമോ? സാധിക്കൂല. ഈ 80 ഡിഗ്രി ചൂടിൽ കത്തിക്കൊണ്ടിരിക്കുന്ന തീയിന്റെ മുകളിൽ ഒരു പാത്രത്തിൽ തിളച്ചു മറിയുന്ന വെള്ളത്തിലേക്ക് ആ വെള്ളം കളകളാ തിളച്ചു മറിയുമ്പോ, പൂർണ്ണാർത്ഥത്തിൽ തിളച്ചു മറിയുമ്പോ തേയില ഇട്ട് കൊടുക്കുന്നതിന് ചായപ്പൊടി ഇട്ട് കൊടുക്കും, അത് ചായയാവും. ആ ചുടുവെള്ളം 100 ഡിഗ്രി ചൂടിലാണ് ഇപ്പോൾ തിളച്ചു മറിയുന്നത്.
നമ്മൾ അതിലേക്ക് തേയില ഇട്ട് കൊടുക്കുന്ന, ചായപ്പൊടി ഇട്ട് കൊടുക്കുന്ന പരുവത്തിൽ അത് എത്തുമ്പോൾ ആ വെള്ളം 100 ഡിഗ്രി ചൂടാണ്. ആ 100 ഡിഗ്രി ചൂടിലേക്ക് ഒന്ന് കൈവച്ചു കൊടുക്കാമോ? 5 മിനിറ്റ് സാധിക്കുകയില്ല. ഇത് ദുനിയാവിലെ ഒരു തീയ. എന്നാ ദുനിയാവിൽ ഇനി വേറെ തീയാണ്. ഈ വീട്ടിൽ ചെന്നിട്ട് സ്ത്രീകളോട് ചോദിച്ചു നോക്കി, കറ്റിൽ കുത്തിയിട്ട് ഇലക്ട്രിക്കിന് ചൂടാക്കിയ വെള്ളവും അടുപ്പത്ത് ചൂടാക്കിയ വെള്ളവും തമ്മിൽ ഡിഗ്രി വ്യത്യാസമുണ്ട്. 132 കിലോമീറ്റർ യാത്ര, 132 മേലേക്ക് എത്ര ആയാലും കുഴപ്പമില്ല. ചുരുങ്ങി 132. ട്രെയിനിലൊക്കെ 2-3 ദിവസം 8-10 ദിവസമാണെങ്കിലോ ഇവിടുന്ന് ഡൽഹിക്ക് പോകണേ 2-3 ദിവസം പറ്റും. അപ്പോ സംശയങ്ങളൊക്കെ ഇത് കഴിഞ്ഞിട്ട് ചോദിച്ചോളി, മറ്റേ നമ്മുടെ റൂട്ട് തെറ്റും, വിഷയത്തിന്റെ റൂട്ടൊക്കെ തെറ്റിപ്പോകും. 132 കിലോമീറ്റർ യാത്ര എന്ന് പറഞ്ഞാൽ കൃത്യം 132 എന്നല്ല, 132 മിനിമം, മാക്സിമം എത്രയാവാം, എത്ര ദിവസവും ആവാം. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന യാത്രയാണ്. എന്നാൽ 5000 കിലോമീറ്റർ യാത്ര ചെയ്തു. ഇവിടുന്ന് മക്കത്തേക്ക് ബസ്സിന് പോകൂലേ? പോകാമല്ലോ, ബസ്സിന് പോകാമല്ലോ, ബസ്സിന് നടന്നു പോകാമല്ലോ, വാഹനത്തിൽ തന്നെ ആകണമെന്നില്ല. അപ്പൊ മിനിമം 132, മാക്സിമം എത്രയാവാം, ആ യാത്ര ദിവസം എത്രയാവാം, ചുരുങ്ങിയതാണ് അവർ. അപ്പൊ 2-3 ദിവസമൊക്കെ ട്രെയിനിൽ യാത്ര ചെയ്യുന്നവർ ആ 2-3 ദിവസത്തെ സംസ്കാരമൊക്കെ അങ്ങനെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കി വെക്കാം, യാത്രയുടെ സൗകര്യം അനുസരിച്ച് ഇരിക്കട്ടെ. ഇപ്പൊ എന്തേ ഞാൻ ഇതിന്റെ ഇടയിൽ എന്തിനു പറഞ്ഞിരുന്നത്? നരകത്തിന്റെ തീ. കറ്റിൽ കുത്തിയിട്ട് ചൂടാക്കുന്ന വെള്ളത്തിന്റെ തീയും അടുപ്പത്ത് ചൂടാക്കുന്ന വെള്ളത്തിന്റെ തീയും രണ്ടാണ്. ഇലക്ട്രിക്കിൽ ചൂടാക്കിയ വെള്ളം അടുപ്പത്ത് വെച്ച് പാത്രത്തിൽ ചൂടാക്കിയ വെള്ളത്തേക്കാൾ ചൂട് കൂടുതലാണ്. അപ്പൊ തന്നെ വ്യത്യാസം കണ്ടോ? ചൂടിന്റെ വ്യത്യാസം. ഹൈഡ്രജൻ ബോംബ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്, മനുഷ്യനിർമ്മിതമാണ്, മനുഷ്യന്മാരുണ്ടാക്കിയതാണ്. ഈ ഹൈഡ്രജൻ ബോംബ് പൊട്ടണമെങ്കിൽ അടുപ്പത്ത് ഈ കത്തിക്കുന്ന വിറകിന്റെ ചൂട് പോരാ. പിന്നെ 80 ഡിഗ്രി 100 ഡിഗ്രി ചൂടൊന്നും പോരാ ഈ ഹൈഡ്രജൻ ബോംബ് പൊട്ടണമെങ്കിൽ. 100 ഡിഗ്രി ചൂട് പോരെങ്കിൽ ഒരു 250 ഡിഗ്രി കൊടുത്താൽ പൊട്ടൂല, 500 കൊടുത്താൽ പൊട്ടൂല, 1000 കൊടുത്താൽ പൊട്ടു, ഹൈഡ്രജൻ ബോംബ് പൊട്ടൂല. 2000 ഡിഗ്രി ചൂട് കൊടുത്താലും ഹൈഡ്രജൻ ബോംബ് പൊട്ടൂല. മനുഷ്യനിർമ്മിതമായ ഹൈഡ്രജൻ ബോംബ് പൊട്ടണമെങ്കിൽ അതിന്റെ നിർമ്മാതാക്കളും അതിന്റെ ബന്ധപ്പെട്ട ആ ശാസ്ത്രജ്ഞന്മാര് പറയുന്നത് 3000 ഡിഗ്രി ചൂട് ഹൈഡ്രജൻ ബോംബിന്റെ താഴെ കിട്ടിയാലേ ഹൈഡ്രജൻ ബോംബ് പൊട്ടിത്തെറിക്കുള്ളൂ. 3000 ഡിഗ്രി ചൂട്. ആ ദുന്യാവിൽ അങ്ങനത്തെ ഒരു തീയുണ്ടോ, ചൂടുണ്ടോ? 3000 ഡിഗ്രി ചൂട്. 3000 ഡിഗ്രി ചൂട് കൊടുത്തിട്ട് ഹൈഡ്രജൻ ബോംബ് പൊട്ടിത്തെറിക്കുന്ന സ്ഥലത്ത് നിന്ന് അത് പൊട്ടിയിട്ട് അതിന്റെ പൊള്ളലേറ്റിട്ട് ഒരു മനുഷ്യൻ ശരീരത്തിലൊക്കെ മുറിവ് പറ്റി എങ്ങനെയോ രക്ഷപ്പെട്ട് അയാൾ നാട്ടിൽ തിരിച്ചെത്തി. ഇവിടെ വന്ന് നോക്കുമ്പോ രാവിലെ നല്ല മഴക്കാലം, തണുപ്പ് കാലം, കുട്ടികളൊക്കെ സുബഹിസ്കാരം കഴിഞ്ഞ് ചെറുപ്പക്കാരൊക്കെ പുറത്തിറങ്ങിയിട്ട് റോഡ് സൈഡുകളിൽ കാണുന്ന ചപ്പ് ചവറുകൾ, വേസ്റ്റുകളൊക്കെ അടിച്ചു വാരി കൂട്ടിയെടുത്തിട്ട് തീപ്പെട്ടി വരച്ച് കത്തിച്ചിട്ട് ഇങ്ങനെ തണുപ്പ് കാഞ്ഞിട്ട് അതിന് മുന്നിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, പുതപ്പിട്ട് മൂടിയിട്ട്. ഇവൻ എന്ത് ചെയ്യുന്നറിയോ? ഇവൻ ഓടി വന്നിട്ട് ഈ കുട്ടികളെ മേത്തുനിന്ന് ഈ പുതപ്പും കൊണ്ട് പിടിച്ച് പറിച്ച് വലിച്ചെടുത്തിട്ട് ആ തീക്ക് അങ്ങ് കയറി സുഖമായിട്ട് പുറത്തങ്ങനെ കിടന്നോ. എടാ തീ എന്ത് തീ? 3000 ഡിഗ്രി ചൂടെന്ന് വരുന്ന അവനെന്ത് 60 ഡിഗ്രി ചൂടാണോ? ഗൾഫിനകത്ത് ചൂടെടുത്ത് വിയർത്തൊരിക്കുമ്പോ പറയാണ് എന്തൊരു ചൂട്. എന്താ ചൂട് മക്കളെ? ഗൾഫിലൊക്കെ ചൂടാലിച്ച് അതൊക്കെ ചൂടാ, ഒരു ചൂടുമില്ല ഇവിടെ എന്ന് പറയും. ഇവിടെ ചൂടില്ലായിട്ടാണോ? അല്ല, ആപേക്ഷികമായി അതും ഇതും കൂടി താരതമ്യപ്പെടുത്തിയാൽ ഇവിടെ ചൂടില്ല. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, നരകത്തിലെ തീയിൽ നിന്നൊരു മനുഷ്യനെടുത്ത് ദുനിയാവിലെ തീയിലേക്ക് വലിച്ചെറിഞ്ഞാൽ ദുനിയാവിലെ തീയിന്റെ സുഖം കൊണ്ടവൻ ഉറങ്ങിപ്പോകും. അള്ളാഹു താല ഇതൊക്കെ ഇങ്ങനെ മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം കാണിച്ചു. നരകം എന്നൊരു വിഷയം തന്നെ ഉണ്ട്, അന്ന് നമുക്ക് അവിടെ പറയാം. അപ്പോൾ ഞാൻ അത് വിശദീകരിക്കുന്നു. ഈ നരകത്തിൽ അപ്പൊ നരകത്തിന്റെ തീയ് ദുനിയാവിലെ തീയിന്റെ 80 ഇരട്ടി ശക്തിയാണെന്ന് പറഞ്ഞത് ചായ ഉണ്ടാക്കുന്ന ഈ തീയിന്റെ 80 ഇരട്ടിയോ ഹൈഡ്രജൻ ബോംബ് പൊട്ടിക്കുന്ന 3000 ഡിഗ്രിയുടെ 80 ഇരട്ടിയോ? ഇനി അതിനപ്പുറം തീയ് പലതും പറയാനുണ്ട്. പല തരത്തിലുള്ള തീയിന്റെ ചൂടും നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ അറിയാം. അവർ സ്കൂളുകളിലൊക്കെ അത് പല വിഷയത്തിലൊക്കെ പഠിച്ചവരാണ്. അങ്ങനെ പല തരത്തിലുള്ള തീയ്. ദുനിയാവിലുള്ള മാക്സിമം തീയ് എത്ര ചൂടാണോ അതിന്റെ 80 ഇരട്ടിയാ നരകത്തിലെ തീയ്. ആ നരകത്തിലെ തീയിൽ 80,000 കൊല്ലം കടക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ ഒരൊറ്റ വഖ്ത് നിസ്കാരം നഷ്ടപ്പെടുത്തിയ മനുഷ്യനെ അല്ലാഹു തആല 80,000 കൊല്ലം നരകത്തിലിട്ട് ശിക്ഷിക്കുമെങ്കിൽ അല്ലാഹു തആല നിസ്കാരത്തിന് കൊടുത്ത ആദരവ് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. ബഹുമാനം കൂടുമ്പോ അതിനപ്പുറത്തെ മറ്റേ സംഗതിയും പേടിക്കണം. നിസ്കാരത്തിന്റെ ശ്രേഷ്ഠത കൂടുമ്പോ
അതിന്റെ ശിക്ഷയും പേടിക്കണം. അവിടെ അള്ളാഹു തആല ആദരിച്ചു കൊടുത്തതാ, ബഹുമാനിച്ചു കൊടുത്തതാ, അതിനെ മോശാക്കാൻ പാടില്ല. അങ്ങനെ ഒരു ആരാധന അള്ളാഹു തആല ഇസ്ലാമിൽ വേറെ വെച്ചിട്ടില്ല. അള്ളാഹു തആല അവന്റെ ഹബീബിനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി കൊടുത്ത സമ്മാനമാണ് നിസ്കാരം. മെഹറാജിന്റെ അന്ന് അങ്ങോട്ട് വിളിച്ചു വരുത്തി കൊടുത്ത സമ്മാനമാണ്. ആ സമ്മാനം ഏറ്റുവാങ്ങിയിട്ട് വന്നിട്ട് അത് നഷ്ടപ്പെടുത്തിയാൽ കൊല്ലണം. കൊന്നിട്ട് കുഴിച്ചിട്ട ഖബർ മറ്റുള്ളവർക്ക് ബോധ്യപ്പെടണം. പരലോകത്ത് വരുമ്പോൾ അവനെ നരകത്തിലിട്ട് ശിക്ഷിക്കുന്ന ശിക്ഷ 80,000 കൊല്ലം എന്ന് മാത്രമല്ല, ജഹന്നം എന്ന നരകത്തിന്റെ വക്കത്ത് വെച്ചത് ഖലാഅ് വിട്ടാൻ കൽപ്പിക്കപ്പെടും. വലം യഫ്അൽ, അവിടെ വെച്ച് അവനെ ചെയ്യാൻ കഴിയില്ല. ജഹന്നമാകുന്ന നരകമാണ് ഏറ്റവും ശക്തി. ആ ജഹന്നം എന്ന നരകത്തിന്റെ വക്കത്ത് വെച്ചിട്ട് നിസ്കാരം ഖലാഅ് വിട്ടാൻ പറഞ്ഞാൽ, കല്യാണത്തിന് ചോറുണ്ടാക്കുന്ന ഒരു ഭണ്ഡാരിയോട് ഒരു കുക്ക് അയാള് 2, 3, 4 അടുപ്പ് കൂട്ടിയിട്ട് ഇങ്ങനെ തീ കുട്ടിക്കത്തി ബിരിയാണിയും ഇറച്ചിയൊക്കെ വേവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ളുഹറിന്റെ വാങ്ങു കൊടുത്തു. ഒരു 3-3:30 മണി സമയമായപ്പോ പൊരികൾ ശരീരത്തിലേക്ക് പാറുന്നതിലേക്കായിരിക്കൂലേ അയാളെ ശ്രദ്ധ. ആ ചൂടിന്റെ പക്കത്ത് വെച്ചിട്ട് ആ ഭക്ഷണം ഉണ്ടാക്കുന്ന പാകം ചെയ്യുന്ന ഒരാൾക്ക് ആ കിച്ചന്റെ ആ അടുപ്പിന്റെ സമീപത്ത് വെച്ചിട്ട് നിസ്കരിക്കാൻ പറ്റുമോ? എന്നാൽ ഈ പൊട്ടിക്കത്തുന്ന ജഹന്നമിന്റെ വക്കത്ത് വെച്ച് എങ്ങനെ ഈ നിസ്കാരം ഖലാഅ് വിട്ടുമെന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. ഒരു വക്കത്ത് നിസ്കാരം നഷ്ടപ്പെടരുത് എന്ന് മാത്രമല്ല, ഒരു വക്കത്ത് നിസ്കാരം നഷ്ടപ്പെടുത്തിയാൽ ഇസ്ലാം അവൻ 5 പൈസന്റെ വില കൽപ്പിക്കുന്നില്ല. അവന്റെ മകളെ കെട്ടിക്കാൻ അധികാരമില്ല. നിസ്കാരം ഉപേക്ഷിച്ചവൻ ഫാസിഖാണ്. നിസ്കാരം ഉപേക്ഷിച്ചത് വൻദോഷമാണ്. ആരാ ഫാസിഖ് എന്ന് പറഞ്ഞ? ഫാസിഖ് എന്ന് പറഞ്ഞാൽ മനിർത്തക്കബ ദംബൻ അദീമൻ വലം യതുബ് ഔ അസറ അലാ സഗീറത്തിൻ, വൻദോഷം ചെയ്തിട്ട് തൗബ ചെയ്യാത്തവൻ, ചെറുദോഷത്തിന്റെ മേൽ സ്ഥിരം പതിവാകുക, ചെറുദോഷത്തിന്റെ മേൽ സ്ഥിരം പതിവാകുക, ആ ചെറുദോഷത്തെ ഓവർടേക്ക് ചെയ്യാൻ മാത്രം സൽക്കർമ്മങ്ങൾ ഇല്ലതാനും ഇവനാ ഫാസിഖ്. ഫാസിഖ് എന്ന് പറഞ്ഞാൽ വൻദോഷം ചെയ്തിട്ട് തൗബ ചെയ്യാത്തവൻ. ചെറുദോഷങ്ങൾ, ഒരുപാട് ചെറുദോഷം സ്ഥിരമായി ചെറുദോഷത്തുമ്പോ കഴിഞ്ഞുകൂടാ. ആ ചെറുദോഷങ്ങളെ മറികടക്കാൻ മാത്രം അമലുകൾ ഇല്ലതാനും ഈ മനുഷ്യന്റെ പേരാ ഫാസിഖ്. വൻദോഷം ചെയ്തവൻ ഫാസിഖാണ്. നിസ്കാരം ഉപേക്ഷിക്കൽ വൻദോഷമാണ്. വൻദോഷം ചെയ്തവൻ ഫാസിഖാണ്. വലാ വിലായത്തിൽ ഫാസിഖിൻ, ഫാസിഖിന് വിലായത്തില്ല. ഫാസിഖിന് തന്റെ മകളെ കെട്ടിക്കാൻ അധികാരമില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നാട്ടിൽ അതൊന്നും ചോദിക്കരുത്. നിയമം അതാണ്, നിയമം അതാണ്. പണ്ടത്തെ കാര്യത്തിൽ പണി ഉണ്ടായിരുന്നു. എന്താ പറയും, പണ്ട് കാരണന്മാര് ചെയ്ത എന്തെല്ലാം നല്ല നല്ല പണി ഉണ്ട് അറിയും. ഈ കൂട്ടത്തിൽ വയസ്സായ മനുഷ്യന്മാരുണ്ടെങ്കിൽ അവർക്കത് ഓർമ്മ ഉണ്ടാവും. നിക്കാഹിന്റെ കുറച്ച് മുമ്പ് പുതിയാപ്പണ്ണ പിടിച്ചിരുത്തിയിട്ട് 3 അസ്തഗ്ഫിറുല്ലാഹ് പറ, അസ്തഗ്ഫിറുല്ലാഹൽ അസീം, അസ്തഗ്ഫിറുല്ലാഹൽ അസീം, അസ്തഗ്ഫിറുല്ലാഹൽ അസീം. പഴയ കാലത്ത് അങ്ങനെ ഒരു പണി ഉണ്ടായിരുന്നു. എന്തിനാത്? അത് തൗബ. ഈ നമുക്ക് വല്ല നിസ്കാരം ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ തൗബ ചെയ്യിപ്പിക്കുകയാണ്. അപ്പൊ തൗബയിലേക്ക് അവൻ കടന്നു കഴിഞ്ഞു, അവൻ തൗബ ചെയ്തു കഴിഞ്ഞു. ഒരു സൂക്ഷ്മതക്ക് വേണ്ടി കിതാബിൽ കാണാൻ അങ്ങനെ ഒരു തൗബയിലേക്ക് അവൻ കടന്നല്ലോ. അവ ഇപ്പൊ തൗബ ചെയ്തു കഴിഞ്ഞു. അത് മദീ നിക്കാഹ് സഹീഹാകാൻ എന്ന അഭിപ്രായമുണ്ട്. ഇത് വെച്ചിട്ട് കഴിഞ്ഞ കാലത്ത് ആളുകൾ എന്ത് ചെയ്തിരുന്നു? നിക്കാഹിന്റെ മുമ്പ് പുതിയാപ്പണ്ണ വിളിച്ചിട്ടും ഇവനെ വിളിച്ചിട്ട് ഒരു ഇസ്തിഗ്ഫാർ ചെയ്യിപ്പിച്ചിട്ട് തൗബ ചെയ്യിപ്പിക്കണതിന്റെ ഒരു പണി നടത്താറുണ്ടായിരുന്നു. ഒരു കൗലനുസരിച്ച് അത് മതി എന്ന അഭിപ്രായം ഉണ്ടായിരുന്നു. തൗബ ചെയ്താൽ മതി, തൗബ ചെയ്തിട്ട് ഇനി കാത്തിരിക്കേണ്ട ആവശ്യമില്ല, ഒരു കൊല്ലം കഴിയേണ്ട ആവശ്യം ഇല്ല എന്ന അഭിപ്രായ പ്രകാരം സാക്ഷി നിൽക്കാൻ ഇത് പോരാ. ഷഹാദത്തിന് മാസം കണ്ടതിന് സാക്ഷി നിൽക്കാൻ, ഈ നടക്കുന്ന നിക്കാഹിന് സാക്ഷി നിൽക്കാൻ ഈ പണി പോരാ. ഒരു നിക്കാഹ് നടക്കുമ്പോ ആ നിക്കാഹിന്റെ മജ്‌ലിസില് സാക്ഷികൾ വേണമല്ലോ. എഴുതി ഒപ്പിടാൻ നമ്മൾ വലിയ മിടുക്കന്മാരാ. നിക്കാഹ് നടന്നു എന്നുള്ളതിൽ സാക്ഷി ആരാ? സാക്ഷി ഒന്ന് പുതിയാപ്പണ്ട പാർട്ടിയോ, ഒന്ന് പെണ്ണിന്റെ പാർട്ടി, ഒന്ന് വന്നോലെ കൂട്ടത്തുനിന്ന് ഒരാളോ, ഒന്ന് പെടുന്ന ഒരാളോ. ഒപ്പിടാൻ കാരണന്മാര് മുന്നിക്കാണ്. ഞാൻ പെണ്ണിന്റെ അമ്മോനാ, ഒപ്പിടാൻ വലിയ മുന്നിക്കാണ്. എടാ ഒപ്പിടുന്ന കോടതി പോകാനാ. ഇത് അള്ളാഹുവിന്റെ അടുക്കൽ സഹീഹാകാൻ എന്റെ ഒപ്പിന് ഇല്ലയൊന്നും വേണ്ട. ഈ കൂട്ടത്തിൽ നിസ്കാരം ഉപേക്ഷിച്ച ഒരുത്തരുണ്ടെങ്കിൽ ആ നിക്കാഹ് സ്വഹീഹല്ല. ശറഅാണത്, ദീനിന്റെ നിയമമാണത്. ഈ കൂട്ടത്തിൽ നിസ്കാരം ഉപേക്ഷിച്ചോണ്ട് സാക്ഷിക്ക് പറ്റൂല.
ഇവൻ നിസ്കാരം അവൻ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് 3 വട്ടം പറഞ്ഞാൽ മതിയോ? പോരാ. അവൻ നിസ്കാരം ഖളാ വീട്ടിയിട്ട് ഇതിപ്പോ റമദാൻ മാസം 4, ഇന്ന് റമദാൻ 4-ന് ഇന്ന് അവന്റെ നിസ്കാരം ഖളാ വിട്ട് അടുത്ത റമദാൻ 4 വരെ കാത്തു നിൽക്കണം. അതിന്റെ ഇടയിൽ ഒരു നിസ്കാരം ഖളാ ആക്കുകയും ചെയ്യരുത്. എന്നാലേ ഇനി അവന്റെ സാക്ഷിക്ക് പറ്റുള്ളൂ. ഇസ്തിബറാ ചെയ്യണം. എന്തുമാത്രം കടുപ്പമാണെന്നറിയോ നമ്മളെ നാട്ടിൽ നടക്കണമൊക്കെ എന്താ? അപ്പൊ ആ സദസ്സിലുള്ള കുറെ മനുഷ്യന്മാരെ വിളിച്ചിട്ട് കുറച്ചൊക്കെ നിൽക്കരിക്കണോലും മൂല്യന്മാരും ഇവരൊക്കെ വിളിച്ചിട്ട് കുറച്ച് കാരണന്മാർ വയസ്സന്മാര് താടി നരച്ച വയസ്സന്മാർ കുറെ ഒക്കെ ഉണ്ടാവും. ആ കാര്യത്തിലൊക്കെ സൂക്ഷിക്കും. തമ്മിൽ ഭേദം തൊമ്മൻ ഒക്കെ കൂടി പിടിച്ച് അടുത്തുകൊണ്ട് ഇരുത്തിയിട്ട് ഉറക്കനെ ചൊല്ലിക്കൊടുത്തു. എന്നാലും ഈ പുതിയ ബന്റെ ഒച്ച എന്തേക്കാനെന്ന് അറിയോ? പക്ഷെ നിക്കാഹ് തുടങ്ങിയ ബന്റെ കൂച്ചൊടുക്കിയാ പോയി അറിയില്ല. അടുത്തിരിക്കണ ചൊല്ലി കൊടുക്കണം, നമ്മളെന്നെ കേൾക്കൂല. എടാ നിക്കാഹ് സഹിയാൻ കുറച്ച് ഉറക്കപ്പറ. ഈ സദസ്സിൽ ഏതെങ്കിലും സാക്ഷിക്ക് പറ്റിയോന്നുണ്ടെങ്കിൽ ഇത് കേട്ടിട്ട് നിക്കാഹ് സഹിയാവട്ടെ. ആരെങ്കിലും ഉണ്ടാവില്ല ഈ കൂട്ടത്തിൽ സാക്ഷിക്ക് പറ്റിയത്? ആരെങ്കിലും കേട്ടാ മതി. ഈ സാക്ഷിക്ക് പറ്റിയ ആരെങ്കിലും കേട്ടാ മതി. അവര് കേട്ടിട്ട് നിക്കാഹ് സഹിയാവട്ടെ. ഇതൊന്ന് ഉറക്കപ്പറ. അതിന് പോലും ആവൂല. അപ്പൊ നിസ്കാരം ഖളാ ആക്കിയവനെ, നഷ്ടപ്പെടുത്തിയവനെ സാക്ഷിക്ക് പറ്റില്ല. മകളെ കെട്ടിക്കാൻ അവന് അധികാരമില്ല. ഒരാൾ കൈയ്യൊടുക്കാൻ വേണ്ടി വന്നിരിക്കുന്ന സമയത്ത് ഖാളിക്ക് അറിയുമെങ്കിൽ ആ ഖാളി ആ വാപ്പാനോട് പറയും, നീ ഇന്നലെ നിസ്കരിച്ചില്ലല്ലോ? ഇല്ല. നിസ്കാരം ഉപേക്ഷിച്ചില്ലേ? അതെ. ഉപേക്ഷിച്ച കാരണത്താൽ നിന്റെ മകളെ കെട്ടിക്കാനുള്ള അധികാരം അള്ളാഹു പിൻവലിച്ചു. ആ വാപ്പാനെ പിടിച്ചിട്ട് മാറ്റി നിർത്തിയിട്ട് പിന്നെ ആരാ അവിടെ കെട്ടിക്കേണ്ടത്? ഈ ഖാളി കെട്ടിക്കും ആ പെണ്ണിനെ. വാപ്പ കയ്യും കെട്ടിങ്ങനെ നോക്കി നിൽക്കും. വലാ വിലായത്തിന് ഫാസിഖൻ, ഫാസിഖിന് വിലായത്തില്ല. ആകപ്പാട് പഠിച്ചിട്ട് കുറച്ച് ഖീലും ഖൗലും പഠിച്ചില്ലെങ്കിൽ നമ്മളൊക്കെ ജീവിതം വളരെ അപകടകരമാണ്. ഉലമാഇന് എന്തെങ്കിലുമൊക്കെ ഖൗലുകളോ അഭിപ്രായമോ ഇല്ലെങ്കിൽ ഈ അഅമ്മത്തുന്നാസ് എന്താകും എന്ന് നിങ്ങൾ ചിന്തിക്കണം. വളരെ പേടിക്കേണ്ട ഒരു സംഗതിയാണ്. ആൾക്കാർക്ക് ഒരു പ്രശ്നവുമല്ല നിസ്കാരം ഖളാ ആക്കുന്ന കാര്യത്തിൽ, നിസ്കാരം നഷ്ടപ്പെടുത്തുന്ന കാര്യത്തിൽ. അതിന്റെ ടൈം തെറ്റിക്കുന്നതിൽ ഒരേ പ്രശ്നമല്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ പീടിയിൽ കച്ചവടമാണ്. വൈകുന്നേരം തിരിച്ചു വന്നിട്ട് എന്താ എല്ലാ നിസ്കാരം കൂടി അങ്ങോട്ട് നിസ്കരിക്കും ഒരൊറ്റടിക്ക്. അതും പാടില്ല. ടൈം തെറ്റിക്കാൻ എന്തിനാ പിന്നെ അള്ളാഹു ടൈം നിശ്ചയിച്ചത്? ആ ടൈം തെറ്റിക്കാൻ പോലും പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ആദരിച്ചു ബഹുമാനിച്ചു തന്ന നിസ്കാരത്തെ അനാദരിക്കാൻ അള്ളാഹു സമ്മതിക്കില്ല. അതിനെ അനാദരിക്കൽ, അതിന്റെ വഖത്ത് തെറ്റിക്കുക, ഖളാ ആക്കുക, നഷ്ടപ്പെടുത്തുക, അവനിക്ക് അള്ളാഹു തആല കൊടുക്കുന്ന ശിക്ഷ ദുനിയാവിലും ആഖിറത്തിലും കടുത്ത ശിക്ഷയാണ്. ദുനിയാവിലും കടുത്ത ശിക്ഷയാണ്. ഇതൊക്കെ തന്നെ വലിയ കടുത്ത ശിക്ഷയല്ലേ? ഓനെ ഒരു സാക്ഷിക്ക് പറ്റൂല. ഓനെ മോളെ കെട്ടിക്കാൻ പറ്റൂല. ഒരു മുറുക്ക് വെള്ളം ഓന് കുടിക്കാൻ കൊടുക്കാൻ പാടില്ല. നിസ്കരിക്കാത്ത മനുഷ്യന്റെ വീട്ടിന്റെ 40 അയൽവക്കത്തുള്ള വീടുകളിലേക്ക് അവനിലേക്ക് ഇറങ്ങുന്ന ലഅനത്തിന്റെ അതിന്റെ രശ്മികൾ അടിക്കുന്ന ഒരു മനുഷ്യൻ നിസ്കരിക്കാത്തവനാണ്. അവന്റെ വീട്, ആ വീട്ടുകാരോട് നിസ്സഹകരണമില്ല ആർക്കും. എന്ത്? മറ്റുള്ളവർക്കും ആർക്കും ഒരു നിസ്സഹകരണമില്ല. ഓനോട് ലോഗ്യ, ഓൻ നിസ്കരിക്കൂല. അപ്പൊ അവനോട് ലോഗ്യം പാടില്ല എന്ന് പറഞ്ഞാൽ അതൊന്നും ഒന്ന് നോക്കിയാൽ നടക്കും. മകളെ കെട്ടിക്കാൻ വേണ്ടി നിശ്ചയിച്ചു. മകൾക്ക് ഒരു പുതിയാപ്പള്ള തെരിയാണ്. പുതിയാപ്പള്ള തെരഞ്ഞപ്പോ എന്നോട് വന്നിട്ട് നിങ്ങളെ മോളെ കല്യാണം നിശ്ചയിച്ചാതെ അയോടുക്കാതെ ഇന്ന സ്ഥലത്ത്. അയാള് കള്ളനാണല്ലോ. എടാ കള്ളനോ? കള്ളൻ എന്റെ മോളെ കെട്ടിച്ചു കൊടുക്കൂല. കള്ളന് ഞാൻ എന്റെ മോളെ കെട്ടിച്ചു കൊടുക്കൂല. അയാളെ മകളെ ഞാൻ കെട്ടുവോ? കല്യാണം നിശ്ചയിക്കാൻ പോയി ഇന്ന ആളെ മോളെ. അയാള് കള്ളനൻ. കള്ളന്റെ മോളെ ഞങ്ങൾ കിട്ടും. എടാ അയാൾ കള്ളനാന്ന് എനിക്കറിയില്ലായിരുന്നു. കള്ളന്റെ മോളെ ഞാൻ കെട്ടൂല. കള്ളന് കെട്ടിച്ചു കൊടുക്കൂല. കള്ളന്റെ മോളെ ഞാൻ കെട്ടൂല. കള്ളന്റെ പെങ്ങളെ കെട്ടുവോ? ഞാനൊരു കല്യാണം കല്യാണം നടത്താൻ പോകുന്നു ഒരു പെണ്ണിനെ. ആ പെണ്ണിന്റെ സഹോദരൻ, ആ പെണ്ണിന്റെ ആങ്ങള രാജ്യത്തെ ഫേമസ് ആയ ഒരു കള്ളനാണ്. ആ കള്ളന്റെ പെങ്ങളെ കെട്ടുവോ? കെട്ടൂല. ഒരാള് കള്ളനാണെങ്കിൽ അയാളെ പെങ്ങളെ കെട്ടാൻ ആളില്ല, അയാളെ മോളെ കെട്ടാൻ ആളില്ല, അയാൾക്ക് പെണ്ണിട്ടിച്ചു കൊടുക്കാൻ ആളില്ല. എന്തേ? കള്ളം ചെയ്ത തെറ്റ്, മോഷ്ടിച്ചു. എന്താ മോഷണത്തിന്റെ ശിക്ഷ? കൈമുറിക്കുക. കട്ടവന്റെ കൈമുറിക്കുക എന്നുള്ളതാണ് ഇസ്ലാമിൽ ശിക്ഷ. അപ്പൊ ഞാൻ എന്റെ മകളെ കല്യാണം നിശ്ചയിച്ചു, ഒരു ഭർത്താവിനെ കൊണ്ട് കല്യാണം നിശ്ചയിച്ചപ്പോ എന്നോടൊരാൾ വന്നിട്ട് പറഞ്ഞു, എല്ലാം കൊണ്ടും നല്ല കുട്ടിയാണ്, നല്ല സ്വഭാവം, നല്ല ഭംഗി, നല്ല ജോലി, നല്ല എല്ലാം നല്ല നീറ്റാ, എപ്പോ കണ്ടാലും വൃത്തിയാ. പക്ഷേ നിക്കരിക്കൂല. അതൊന്നും നോക്കിയാൽ നടക്കൂല. അതൊന്നും ഇപ്പൊ നോക്കിയാൽ നടക്കൂല. എന്താ നിസ്കരിക്കാത്തതിന്റെ ശിക്ഷ? തലവെട്ടണം. തലവെട്ടേണ്ട തെറ്റ് ചെയ്തവന് മോളെ കെട്ടിച്ചു കൊടുക്കാം. കൈ വെട്ടേണ്ട തെറ്റ് ചെയ്തവന് മോളെ കെട്ടിച്ചു കൊടുത്തുകൂടാ. എന്താ പോക്ക്?
ഒരാളെ തലവെട്ടേണ്ട തെറ്റാ ചെയ്ത് നിസ്കാരം ഉപേക്ഷിക്കുക, ഓരോ മോളെ കെട്ടിച്ചു കൊടുക്കുക അല്ലെ? എന്നാ പിന്നെ ഈ കൈ വെട്ടേണ്ട തെറ്റ് ചെയ്ത കള്ളനെന്ത് കെട്ടിച്ചു കൊടുത്തുകൂടാ? അതിനേക്കാളും ഗൗരവമല്ലേ ഇത്? മക്കളെ കെട്ടിച്ചു കൊടുക്കുന്ന സമയത്ത് നിസ്കരിക്കുന്നവനാണോ നിസ്കരിക്കാത്തവനാണോ അങ്ങനെ ഒരു ചിന്തയില്ല. ആ മക്കളെയും കൊണ്ട് അവൻ നരകത്തിലേക്ക് പോകാനല്ലേ ഈ ഭർത്താവിനെ നമ്മളെ മോളെ ഏൽപ്പിച്ചു കൊടുത്തത്? ആര് ശ്രദ്ധിക്കുന്നു ഇവൻ 5 വഖ്ത് നിസ്കരിക്കുന്നുണ്ടോ ഇല്ലേ? അപ്പൊ നിസ്കാരം എന്ന ആരാധന അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് കൽപ്പിച്ച വിലയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് കൽപ്പിച്ച വിലയോ? അല്ലാഹുവിന്റെ റസൂൽ എപ്പോഴെങ്കിലും ഒരിക്കൽ കേടായി പ്രാർത്ഥിച്ചിട്ടുണ്ടോ? തങ്ങളെ ത്വായിഫുകാര് കല്ലെറിഞ്ഞു. ത്വായിഫിൽ ചെന്നുകൊണ്ട് കല്ലെറിഞ്ഞ സമയമുണ്ട്. ആ ഏറ് കൊണ്ട് തങ്ങൾ തിരിച്ചു പോന്നു. ശരീരത്തിൽ നിന്ന് രക്തമൊലിച്ചു. പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രബോധനം നടത്തി സ്വന്തം അമ്മാമന്മാരാ എറിയുന്നത് ഉമ്മാന്റെ കുടുംബക്കാരെടുത്തുക്കാൻ പോയത്. അവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ഷഹാദത്ത് പറഞ്ഞതിന്റെ പേരിൽ, ഇസ്ലാമിക ദഅവത്ത് നടത്തിയതിന്റെ പേരിൽ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെറിഞ്ഞു. കല്ലെടുത്തെറിഞ്ഞ് അവർ തിരിച്ചു പോന്നു. തങ്ങൾ തിരിച്ചു പോരുമ്പോ വളരെ അവശനായിട്ടുണ്ട്. അപ്പൊ തങ്ങൾ ഒരു അപേക്ഷ അവരോട് നടത്തി. എന്തായാലും ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നിട്ട് ദഅവത്ത് നടത്തി നിങ്ങൾ സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ എന്നെ വല്ലാതെ ദ്രോഹിച്ചു, കൂക്ക് വിളിച്ചു, പെരടി പിടിച്ചുന്തി, പല അക്രമങ്ങളും ചെയ്തു. എന്നാൽ നിങ്ങൾ മക്കയിൽ വിവരം അറിയിക്കരുത്. ഇവന്മാർ ആദ്യം ചെയ്ത പണി എന്താണെന്നറിയോ? അള്ളാഹുവിന്റെ റസൂൽ മക്കത്തെത്തുന്നതിന് മുമ്പ് ഈ ന്യൂസ് മക്കത്തേക്ക് കൊടുക്കുകയായിരുന്നു, തങ്ങളെ പരിഹസിക്കാൻ വേണ്ടി. ഇത്രത്തോളം ദ്രോഹം ചെയ്ത് തായിഫിൽ നിന്ന് നിരാശപ്പെട്ട് തങ്ങൾ തിരിച്ചു പോരുമ്പോ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ക്ഷീണിച്ചൊരു ഭാഗത്ത് ഇരുന്നപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞു, ഈ ത്വായിഫുകാരെ ഈ 2 പർവ്വതങ്ങൾക്കിടയിൽ, ത്വായിഫിന്റെ 2 പർവ്വതങ്ങൾക്കിടയിലിട്ട് അരച്ചു പൊടിക്കാനാ എന്നെ അല്ലാഹു തആല വിട്ടത്. തങ്ങൾ ഒരൊറ്റ സമ്മതം മൂളിയാൽ ഞാൻ ആ കാര്യം ഇപ്പൊ നിർവഹിക്കും. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വേണ്ട. ഏതെങ്കിലും ഒരു കുട്ടി ഭാവിയിൽ ഇസ്ലാമിൽ കടന്നു വന്നെങ്കിൽ അതല്ലേ ഖൈറ്? അവർക്ക് അറിഞ്ഞൂടാ ഞാനൊരു നബിയാണ്, ഞാൻ ഹഖായ പ്രവാചകനാണെന്ന വിവരം അവർക്ക് അറിഞ്ഞൂടാ. അന്നലക്കാ അവർ ദ്രോഹിച്ചത്, അത് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല അവര്. അതുകൊണ്ട് ആ ത്വായിഫുകാർക്ക് ഞാൻ പൊരുത്തപ്പെട്ട് മാപ്പ് ചെയ്തു കൊടുത്തിരിക്കുന്നു. അല്ലാഹുവേ, നീ അവർക്ക് പുറത്തു കൊടുക്കണേ. ഭാവിയിൽ അവരുടെ കൂട്ടത്തിൽ ഒരാളെങ്കിലും ഇസ്ലാമിൽ വന്നാൽ അതല്ലേ നമുക്ക് ഖൈറ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ അവർക്ക് മാപ്പ് കൊടുത്തു. ഒരിക്കൽ കഅബത്തിന്റെ അടുത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വന്നപ്പോ അബൂജഹൽ, ഉത്ബത്ത്, വലീദ്, ശൈബത്ത്, അബൂജഹൽ, അബൂ ലഹബ്, അബൂ സുഫിയാൻ പിന്നീട് ഇസ്ലാമായി സ്വഹാബിയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അമ്മോശനുമാണ്. ഈ അബൂലഹബും അബൂ സുഫിയാനൊക്കെ കാഫറായി, അബൂലഹബും അബൂജാഹിലൊക്കെ കാഫറായി തന്നെ ചത്തുപോയി. അള്ളാഹുവിന്റെ റസൂൽ കഅബത്തിൽ നിന്ന് വരുമ്പോ ഓടി ചെന്നിട്ട് റസൂലുള്ളാഹിനെ കാലുകൊണ്ട് പിടിച്ച് വലിച്ചിട്ട് തല നിരത്തി തറയിൽ വെച്ച് വീട് അടിച്ചു. എന്നിട്ട് കഅബത്തിന്റെ ചുറ്റുഭാഗത്തും ഇങ്ങനെ കൊണ്ടു നടക്കുകയാണ്. കാല് പിടിച്ചിട്ട് കഅബന്റെ ഇന്ന് കാണുന്ന വെണ്ണക്കല്ല് വലിച്ച മാർബിളല്ല, മത്താഫല്ല, എന്ന് ചരൽക്കല്ലുകൾ പതിഞ്ഞ കരിങ്കല്ലിന്റെ കട്ടിയുള്ള പീസുകൾ കിടക്കുന്ന മത്താഫിൽ ചുറ്റുവട്ടത്തിലും ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിനെ കാല് പിടിച്ചിട്ട് ഇങ്ങനെ തല നിരത്തിട്ടടിച്ചിട്ട് ഇന്നത്തെ തവാഫ് ഇങ്ങനെ ആവട്ടെ എന്നും പറഞ്ഞ് കൊണ്ടു നടന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. മുത്തുനബി എന്തെങ്കിലും ചെയ്തോ? മാപ്പ് കൊടുത്തില്ലേ? എന്തെങ്കിലും ഒരു പ്രതികരണം? ഭക്ഷണം കഴിക്കാനില്ലാതെ കുറ്റിമ കെട്ടിട്ടിട്ട് സ്വഹാബത്തിനെ നിരന്തരം അടിച്ചുകൊണ്ടിരുന്നു. മൂത്രിച്ച സ്ഥലത്തിൽ നിന്ന് കിട്ടിയ തോല് മണലിൽ മൂത്രമൊഴിച്ചാൽ അത് ഉള്ളിലേക്ക് ഇറങ്ങിപ്പോവാ വേണ്ടത്. അതിങ്ങോട്ട് തന്നെ തെറിച്ചപ്പോ അബൂത്തുൽ അൻസാരി മനസ്സിലാക്കി ഇവിടെ എന്തോ ഉറപ്പുള്ള ഒരു സാധനം ഉണ്ട്. അത് തോണ്ടി നോക്കിയപ്പോ ഒരു തോലിന്റെ കഷ്ണം കിട്ടിയത് മൃഗത്തിന്റെ തോലാണ്, നായന്റെ പന്നിന്റെ അല്ല എന്ന് ബോധ്യപ്പെട്ട അബൂത്തുൽ അൻസാരി തങ്ങൾ അത് കഴുകി ശുദ്ധിയാക്കി വെള്ളത്തിലിട്ട് കുതിർത്തി തിന്നു. പട്ടിണി കൊണ്ട് ഭക്ഷണം മുടക്കി ഉപരോധം ഏർപ്പെടുത്തി. മക്കത്തെ ഒരു കടയിൽ നിന്നും ഭക്ഷണം കൊടുക്കാൻ പാടില്ല. അള്ളാന്റെ റസൂൽ ദുആയിരുന്നോ? മുൻകാല പ്രവാചകന്മാര് പലരും ദുആയിരുന്നില്ലേ? ഈ നൂഹ് നബി അലൈഹി സ്വലാം ദുആയിരുന്നു, ഈ ഉമ്മത്തിനെ വെള്ള തൂഫാൻ കൊണ്ട് നശിപ്പിക്കണേ. ലിക്കുല്ലി നബിയ്യിൻ ദഅവത്തുൻ മുസ്തജാബ ഫദഅ കുല്ലു നബിയ്യിൻ ദഅവതഹു വഇന്നി ഇഖ്തബഅതു ദഅവതി ഇലാ യൗമിൽ ഖിയാമത്തി ശഫാഅത്തൻ ലി ഉമ്മത്തി. കഴിഞ്ഞകാല അമ്പിയാക്കന്മാർ പലരും ദുആയിരുന്നത്, പലരും അവരുടെ ദുആ ഉപയോഗപ്പെടുത്തിയത് കഷ്ടപ്പെട്ട സമയത്ത് അവരുടെ ഉമ്മത്തിന് പ്രതികൂലമായി ദുആയിരുന്ന ചില നബിമാരുണ്ട്.
പലരും അങ്ങനെ ദ്വാരന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന് ദ്വാരന്നൂടായിരുന്നു. ജന്മനാട് വിട്ടിട്ട് മക്കയിൽ നിന്ന് മദീനത്തേക്ക് പോകേണ്ടി വന്നു. റബ്ബിന്റെ നേരത്തെ ഉള്ള നിശ്ചയമാണ് പോകാൻ, ഒളിച്ചോടി പോയതൊന്നുമല്ല. അള്ളാഹുവിന്റെ റസൂൽ ചെല്ലുന്നതിന്റെ 1000 കൊല്ലം മുമ്പ് തങ്ങൾ ചെന്നാൽ മുട്ടുകുത്തുന്ന അബൂ അയ്യൂബ് അൽ അൻസാരിയുടെ വീട് 1000 കൊല്ലം മുമ്പ് നിർമ്മിച്ചിട്ടതാണ്. അതാ ആ വീട്ടിന്റെ മുറ്റത്ത് ഒട്ടകം മുട്ടുകുത്താൻ കാരണം. ആ വീടും തങ്ങളുമായിട്ട് ബന്ധമുള്ളത് കൊണ്ടാണ് ആ ഒട്ടകം അവിടെ മുട്ടുകുത്തിയത്. തുബൈൽ ഹുമൈരി എന്ന ഭരണാധികാരിയാണ് ആ വീട് നിർമ്മിച്ചിട്ടത്. ഇവിടെ ഇങ്ങനെ ഒരാൾ വരും, വന്നാൽ താമസിക്കാൻ എന്റെ വക ഒരു വീട് കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് 2 നിലയുള്ളൊരു കെട്ടിടം ഉണ്ടാക്കുകയും തന്റെ കൂടെയുള്ള ഏറ്റവും വലിയ പണ്ഡിതനെ ആ കെട്ടിടത്തിൽ താമസിപ്പിക്കുകയും ചെയ്തു. ആ പണ്ഡിതന്റെ പേരക്കുട്ടിയായിരുന്നു അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് ആ വീട്ടിന്റെ മുറ്റത്ത് ആ ഒട്ടകം മുട്ടുത്താൻ കാരണം ആ വീടും തങ്ങളുമായിട്ട് അത്രയും വലിയ ബന്ധമുണ്ട്. ഇതിനെപ്പറ്റി വിദ്യാർത്ഥികാരൻ പറയല് അള്ളാഹുവിന്റെ റസൂൽ മക്കത്ത് നിന്ന് പേടിച്ച് ഒളിച്ചോടി പോയി. ഹിജ്റ ഒളിച്ചോട്ടമായിരുന്നു അല്ല, അള്ളാഹ് നേരത്തെയുള്ള തീരുമാനത്തിൽ പോയതാണ്. എന്തിനധികം അതിന്റെ തലേന്ന് ഹജ്ജ് നടന്നപ്പോ റബീഉൽ അവ്വലിലാ പോണത്. അതിന്റെ മുമ്പത്തെ സഫർ, അതിന്റെ മുമ്പത്തെ മുഹറം, അതിന്റെ മുമ്പത്തെ ദുൽഹജ്ജ്. ആ ദുൽഹജ്ജിൽ അഖബാന്റെ സമീപത്ത് വെച്ചിട്ട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ ഞാൻ നിങ്ങളുടെ നാട്ടിലേക്ക് വരുന്നുണ്ട് എന്ന്. അതും വിചാരിച്ചിട്ട് മദീനക്കാർ വന്ന് കാത്തു നിന്നിരുന്നില്ലേ? മദീനക്കാർ കാത്തു നിന്ന സ്ഥലം ഇപ്പോഴും അവിടെ കമാനം കെട്ടിയിട്ട് അടയാളപ്പെടുത്തി. ഇപ്പോൾ അവിടെ പുരാവസ്തുക്കൾ ബോർഡ് വെച്ചിട്ടുണ്ട്. സനദിൻ്റെതിന് അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അവിടുത്തെ പുരാവസ്തു സംരക്ഷണ കേന്ദ്രം എല്ലാ സ്ഥലത്തും ഇപ്പൊ കൊണ്ടുപോയിട്ട് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. പണ്ട് ഞങ്ങൾ പോയിട്ട് കണ്ടിരുന്ന പല സ്ഥലത്തും അന്ന് ബോർഡൊന്നും ഇല്ലായിരുന്നു. അപ്പൊ ആൾക്കാർ ചോദിക്കും ഇത് ഉർവത്ത് റളിയല്ലാഹു അൻഹു കൊട്ടാരാന്നുള്ളതിന് എന്താ സനത്? ഇപ്പൊ സനതായിട്ടുണ്ട്. എന്താ സനത്? ഇപ്പൊ അവിടെ ഒരു വലിയ ബോർഡ് കാണാം. എന്ത്? അവിടുത്തെ പുരാവസ്തു ഗവേഷണ സംരക്ഷണ വകുപ്പ് അവിടെ എഴുതി വച്ചിരിക്കുന്നു ഇത് ഉർവത്ത് റളിയല്ലാഹു അൻഹുവിന്റെ കൊട്ടാരമായിരുന്നു, തന്റെ കുടുംബം താമസിച്ച സ്ഥലമാണ്, അലി റളിയല്ലാഹു അൻഹുവിന്റെ കിണറാണ്, ബിഇറു അലി ലോപിച്ചിട്ടാണ് ബയാർ അലി ആയി മാറിയത്. ഇതൊക്കെ അവിടെ അതിന്റെ ഗവേഷണ പണ്ഡിതന്മാർ എഴുതി വെച്ചു. അപ്പൊ ആ വീടിന് ബന്ധമാണ്. അപ്പൊ അവിടെ റസൂലുള്ളാഹി സ്വീകരിച്ച സ്ഥലം, കാത്തുനിന്ന സ്ഥലം എഴുതി വെച്ചു. തങ്ങളെ ത്വലാഉൽ ബദ്ർ ചൊല്ലി സ്വീകരിച്ച സ്ഥലം അവിടെയൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട്. കാരണം നിങ്ങൾ ആദ്യം തന്നെ പ്ലാനാണ്. അപ്പൊ നബി തങ്ങൾ ഇവിടുന്ന് പോണ സമയത്ത് മക്കത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, മക്കമേ നമ്മളെ നാട്ടുകാരിവിടെ താമസിക്കാൻ സമ്മതിക്കുന്നില്ല, ഞാൻ പോവാണ്, ഇൻഷാ അല്ലാഹ് തിരിച്ചു വരും. സങ്കടപ്പെട്ടുകൊണ്ടല്ലേ പോയത്? തങ്ങൾക്ക് ദുആയിരുന്നില്ലേ? തങ്ങളെ കയ്യിൽ ഒരു ദുആ സ്റ്റോക്കില്ലേ? ദുആയിരുന്നില്ല. അതേ തങ്ങൾ ദുആയിരുന്നു. എന്ത്? യുദ്ധം കഴിഞ്ഞ് തിരിച്ച് മദീനത്തേക്ക് വരുന്ന സമയത്ത് ധൃതി പിടിച്ച് മദീനത്തേക്ക് പോവാണ്. മദീനത്തെത്തിയിട്ട് വേണം അസ്ർ നിസ്കരിക്കാൻ. ആ ധൃതി പിടിച്ചു പോകുന്ന നബി തങ്ങളെ ശത്രുക്കൾ തൊട്ടിട്ടില്ല, ശരീരത്തിൽ ആക്രമിച്ചിട്ടില്ല, വലയം ചെയ്ത് നിർത്തി, മുന്നോട്ട് പോകാൻ സമ്മതിച്ചില്ല, നിസ്കരിക്കാനും സമ്മതിച്ചില്ല. ആ അസ്ർ ഖളാ ആവോളം അങ്ങനെ നിന്നിട്ടാണ് സ്വീപ്പാക്കി. നിസ്കരിക്കാനും വെച്ചില്ല, മദീനത്തേക്ക് പോകാനും വെച്ചില്ല. അള്ളാഹുവിന്റെ റസൂലിനെ അവർ ദ്രോഹിച്ചിട്ടില്ല. വാളും കുന്തവും ഒന്നും ഉപയോഗിച്ചിട്ടില്ല, അടിച്ചിട്ടില്ല, ചീത്ത പറഞ്ഞിട്ടില്ല, പെരടി പിടിച്ച് ഉന്തിയിട്ടില്ല, കല്ലെടുത്തെറിഞ്ഞിട്ടില്ല, പരിഹസിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. എന്തേ ചെയ്തുള്ളൂ? അസർക്കരിക്കാൻ സമ്മതിച്ചില്ല. ഇതിന് അള്ളാഹുവിന്റെ റസൂല് നടത്തിയത് മല അല്ലാഹു ഖുബൂറഹും വബുയൂതുഹും നാറാ. അള്ളാഹു അവരുടെ ഖബറുകളും അവരുടെ വീടുകളും നരകാഗ്നിയാൽ നിറക്കട്ടെ. തന്റെ ജീവനേക്കാൾ വലുത് നിസ്കാരമാണ് അല്ലെ? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവൻ അപകടപ്പെടുമ്പോഴും ശത്രുക്കൾക്കെതിരിൽ പ്രതികൂലമായി പ്രാർത്ഥിക്കാത്ത നബിതങ്ങൾ അവിടുത്തെ നിസ്കാരം ഖളാക്കിയപ്പോ അല്ലാഹുവിന്റെ റസൂൽ ദുആയിരുന്നു, പടച്ചവനെ അവരെ വീടും അവരെ ഖബറുകളും നരകാഗ്നി കൊണ്ട് നിറക്കണമേ എന്ന് പ്രാർത്ഥിച്ചെങ്കിൽ തങ്ങൾ സ്നേഹിച്ചത് തങ്ങളുടെ ജീവനേക്കാൾ നിസ്കാരത്തെയായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടുന്ന് വഫാത്തിന്റെ സന്ദർഭത്തിൽ ഈ ഉമ്മത്തിനെ വിളിച്ചിട്ട് പറഞ്ഞത്, ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, ആയിഷ ബീവിയുടെ മടിയിൽ വെച്ചുകൊണ്ട് വഫാത്താകുന്ന സമയം ബഹുമാനപ്പെട്ട ഫാത്തിമത്തു സഹറ പറയുന്നു, എന്റെ ചെവി റസൂലുള്ളാഹിന്റെ ചുണ്ട് ഇങ്ങനെ ഇളകുന്നു, എന്തോ പറയുന്നുണ്ട്, അത് സൂക്ഷിച്ച് ശ്രദ്ധിച്ച് നോക്കിയാലേ മനസ്സിലാവുള്ളൂ. ഞാൻ ആ എന്റെ കാത് കൊണ്ടുപോയി റസൂലുള്ളാഹിന്റെ ചെവിയിൽ കൊണ്ടുപോയി വെച്ചപ്പോ അവിടുന്ന് പറയുന്നത്, ഉമ്മത്തി അസ്വലാ, ഉമ്മത്തി അസ്വലാ, എന്റെ ഉമ്മത്തികളെ നിസ്കാരത്തിന്റെ കാര്യം ശ്രദ്ധ വിടരുത്, നിസ്കാരത്തിന്റെ കാര്യം ശ്രദ്ധ വിടരുത്, നിസ്കാരം വളരെ ഗൗരവമാണ്, അത് ശ്രദ്ധിക്കണേ എന്ന് വഫാത്തിന്റെ സന്ദർഭത്തിൽ പോലും ഈ ഉമ്മത്തിനെ വിളിച്ച് ഉപദേശിച്ചു കൊണ്ടുപോയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നവരാണ് നാമെങ്കിൽ, ആ തങ്ങളെ ശഫാഅത്ത് ആഗ്രഹിക്കുന്നവരാണ് നാമെങ്കിൽ, ആ തങ്ങളെ ഒന്ന് സ്വപ്നത്തിലെങ്കിലും കാണണമെന്ന് പൂതി വെക്കുന്നവരാണ് നാമെങ്കിൽ, തങ്ങളെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടണമെന്ന മോഹം നമുക്കുണ്ടെങ്കിൽ, തങ്ങൾ ഇത്രമാത്രം തന്റെ ജീവനേക്കാൾ സ്നേഹിച്ച നിസ്കാരത്തെ
ഒരു വഖത്ത് അതിന്റെ ടൈം തെറ്റിച്ചാൽ മുത്തുനബിയെ കാണാൻ പറ്റുമോ? തങ്ങളെ ശഫാഅത്ത് കിട്ടുമോ? തങ്ങളെ കൂടെ സ്വർഗത്തിൽ പോകാൻ കഴിയുമോ? ഇത്രത്തോളം നിസ്കാരത്തിൽ അല്ലാഹു റസൂൽ വില കൽപ്പിച്ചു, അള്ളാഹു വില കൽപ്പിച്ചു, അള്ളാഹു റസൂലും വില കൽപ്പിച്ചു. നിസ്കാരത്തിന്റെ കാര്യം അങ്ങനെ. എന്നാൽ ഈ നിസ്കാരം എന്തിനാണ് ഈ നിസ്കാരം നമ്മളോട് എന്തിനാണിത് നിത്യജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റിയത്? ഓരോ ദിവസവും ടൈം തെറ്റിക്കാതെ കൃത്യത പുലർത്തുക. കപ്പലിൽ യാത്ര ചെയ്യുന്നവനാണെങ്കിലും ട്രെയിനിൽ യാത്ര ചെയ്യുകയാണെങ്കിലും എപ്പോഴൊക്കെ നിസ്കാരം അറിയോ? സന്തോഷവേളയിൽ നിസ്കാരമാണ്, ദുഃഖത്തിന്റെ ഘട്ടത്തിൽ നിസ്കാരം, മരണവേളയിൽ നിസ്കാരം, തൂക്കിക്കൊല്ലുമ്പോൾ നിസ്കാരം, യുദ്ധത്തിന് നിസ്കാരം. അത് ഒഴിവാക്കിയൊരു സന്ദർഭം. ശത്രുക്കൾ ഘോരമായ യുദ്ധം നടത്തുമ്പോൾ ശത്രുക്കൾ ഇരമ്പി കയറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ശത്രുക്കൾ പറഞ്ഞു, എടാ പേടിക്കണ്ട, ഇപ്പൊ ബാങ്ക് കൊടുക്കും, ബാങ്ക് കൊടുത്താ മുഹമ്മദ് നബി ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നിസ്കരിച്ചിരിക്കും. അവര് സഹാബത്ത് റസൂലുള്ളാഹി നിസ്കരിക്കാൻ കാത്തു നിൽക്കുക. നിസ്കരിക്കും, ബാങ്ക് കൊടുത്ത് ടൈമായി, ളുഹറിന്റെ ടൈമായി, ജീവനുണ്ടെങ്കിൽ നിസ്കരിക്കും. അവരുടെ മരണമണി അടിക്കാൻ പോകുന്നു, നിങ്ങളാരും ബേജാറാവല്ലേ. ശത്രുക്കള് അവര് അനുയായികൾക്ക് കൊടുത്ത ഉപദേശം. പറഞ്ഞ പോലെ ബാങ്ക് വിളിച്ചു, ടൈമായി, റസൂലുള്ളാഹി നിസ്കാരത്തിൽ പ്രവേശിക്കും. നിസ്കാരത്തിൽ പ്രവേശിച്ചാൽ കൊല്ലാൻ അവന്റെ തീരുമാനം. അവിടെ വളരെ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുമുണ്ട്. നിസ്കാരത്തിൽ പ്രവേശിച്ചാൽ ശത്രുക്കളെ തീരുമാനം എന്താ? കൊല്ലണം. യുദ്ധക്കളത്തിലാണ് നിസ്കാരം. എരിപൊരി കൊള്ളുന്ന യുദ്ധം നടക്കുമ്പോഴാണ് നിസ്കാരം. ആ സന്ദർഭത്തിൽ ഇപ്പൊ നമ്മളിവിടെ കുറേ സമയം ബസ് കാത്തുനിന്നിട്ട് വരുന്നില്ല. അപ്പൊ കുന്നുമന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് എവിടെയോ ബ്ലോക്ക് ഉണ്ട്, അതാ ബസ് വരാതെ കുറച്ച് സമയം പിടിക്കുന്നതായി ധൃതി പിടിച്ച് കോഴിക്കോട് പോകാൻ കാത്തിക്കുക. നിസ്കരിച്ചിട്ടുമില്ല. ഇപ്പൊ നിസ്കരിക്കാൻ പോയാൽ ബസ് വന്നാലോ? റോഡ് ബ്ലോക്ക് തീർന്നാൽ, നിസ്കാരത്തിന് കയറിയ റോഡ് ബ്ലോക്ക് തീർന്ന് ബസ് വരികയാണെങ്കിൽ അഴിച്ചു ഓടാം, അവിടെ എത്തിയിട്ട് നിസ്കരിക്കാം എന്ന് വിചാരിച്ച നിസ്കാരത്തേക്ക് നിന്ന ആദ്യം മുതലേ നിസ്കാരം കിട്ടിയിട്ടില്ല. നിസ്കാരത്തേക്ക് നിൽക്കുമ്പോ എന്താ ഉദ്ദേശിക്കണത്? ഇന്ന സംഗതി നടന്നാൽ നിസ്കാരം മുറിച്ചു പോണം, അല്ലെങ്കിലോ നിസ്കാരം പൂർത്തിയാക്കും വേണം. ഇനിയിപ്പോ ഇവിടെ ഇങ്ങനെ നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ നിസ്കരിക്കാൻ നിൽക്കുമ്പോ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു പാമ്പ് കണ്ട് ചാടിയാൽ ഞാൻ നിസ്കാരം അഴിച്ചു ഓടും എന്ന് മനസ്സിൽ ഉദ്ദേശിച്ചാൽ നിസ്കാരത്തേക്ക് തുടക്കത്തിലേ കടന്നിട്ടില്ല. പാമ്പ് ചാടുമൊന്നും വേണ്ട, ആദ്യമേ നിസ്കാരത്തിൽ പ്രവേശിച്ചിട്ടില്ല. ഈ യുദ്ധത്തിന് വേണ്ടി നിൽക്കുന്ന സമയത്ത് സ്വഹാബത്ത് എന്ത് ചിന്തിക്കുന്നു? ശത്രുക്കൾ എന്നെ വാളും കൊണ്ട് വെട്ടാൻ വന്നാൽ അപ്പൊ നമുക്ക് നിസ്കാരം അഴിച്ചു മുറിച്ച് ഓടിയിട്ട് ഓലേറ്റ് യുദ്ധം ചെയ്യാം എന്ന് ആ തങ്ങളുടെയോ സ്വഹാബത്തിന്റെയോ ഹൃദയത്തിലുണ്ടെങ്കിൽ ലം തന്നഅഖിദ്, ആ നിസ്കാരം കണ്ടുപെടൂല. ആ നിസ്കാരം ഉണ്ടാവുമോ? ഇല്ല. അപ്പൊ യുദ്ധത്തിൽ നിസ്കരിച്ച സ്വഹാബത്ത് ഇടക്ക് വെച്ച് ശത്രുക്കൾ കയറി വന്ന് യുദ്ധം ചെയ്യുകയാണെങ്കിലോ എന്തോ നടക്കണത് നടക്കട്ടെ, നിസ്കാരം അതിന്റെ കൃത്യരൂപത്തിൽ നടക്കും എന്ന് ചിന്തിച്ചല്ലേ നിസ്കാരത്തിൽ നിന്നത്. എത്രമാത്രം അവരുടെ കരുത്തുറ്റ നിസ്കാരമാണ്. എന്റെ യുദ്ധക്കളത്തിൽ ശത്രുക്കൾ വെട്ടാൻ വന്നാൽ അപ്പൊ നമുക്ക് കൈ ഒഴിച്ചു പോയിട്ട് ഓരോട് യുദ്ധം ചെയ്യണം എന്ന് ചിന്തിക്കുക പോലും ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ആ നിസ്കാരം ഇല്ല. അപ്പൊ ആദ്യമേ നിസ്കാരത്തിൽ പ്രവേശിക്കുമ്പോൾ ശ്രദ്ധ മുഴുവനും നിസ്കാരത്തിലാണ്. അപ്പോ നിസ്കാരത്തിലേക്ക് അവർ പ്രവേശിക്കുന്ന വിചാരിച്ച് ശത്രുക്കൾ ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പൊ എന്ത് ചെയ്തു അറിയും? ഇസ്ലാം പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടത്. അവരിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഒരു കൂട്ടം ആളുകള് സഹാബത്തിന് മുൻ നിരയിലുള്ള ഒരു കൂട്ടര് നിസ്കാരത്തില്, ഇമാമിന്റെ കൂടെ നിസ്കാരത്തിൽ 2 റക്അത്ത് നിസ്കരിച്ച് സുജൂദുക്കൊക്കെ പോയി അത്തഹിയാത്തൊക്കെ ഓതിയിട്ട് അവര് സലാം വെട്ടി പിരിയ. പിന്നിലുള്ള ആളുകളോ, ഇവര് റുക്കോയിലേക്ക് പോകുമ്പോൾ മറ്റേ ആൾക്കാർ, ഇവര് സുജൂദ് പോകുമ്പോൾ മറ്റേ ആൾക്കാർ റുക്കോയില്, ഇവര് റുക്കോയിൽ പൊന്തുമ്പോൾ മറ്റേ ആൾക്കാർ സുജൂദില്. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു കൂട്ടർ പിന്നിൽ ഇങ്ങനെ തോക്കും പാളും പിടിച്ചിട്ട് നിൽക്കുക, വേറെ കൂട്ടർ റുക്കോയ്ക്ക് പോവുക, സുജൂദക്ക് പോവുക. അവര് പൊന്തി വരുമ്പോ ഇവര് റുക്കോയ്ക്ക് സുജൂദക്ക് പോവുക, അപ്പൊ മുന്നിലെ കൂട്ടർ വാളും തോക്കും പിടിച്ചിട്ട് നിൽക്കുക. യുദ്ധക്കളത്തിലും നിസ്കാരം ഒരു കാരണവശാലും ഉപേക്ഷിക്കരുത് എന്ന് അള്ളാഹു വിവരമറിയിച്ചു. യുദ്ധക്കളത്തിലും അവർ ജമാഅത്തായിക്കൊണ്ട് തന്നെ നിസ്കരിച്ചു എങ്കിൽ യുദ്ധത്തിലും ഉപേക്ഷിക്കാൻ പാടില്ലാത്ത നിസ്കാരം പീഡിയ കച്ചവടത്തിന്റെ ഇടയിൽ നിസ്കരിക്കാൻ ഒഴിവാക്കാൻ പറ്റുമോ? കച്ചവട തിരക്ക് കാരണം നിസ്കാരം ഉപേക്ഷിക്കാൻ പറ്റുമോ? കപ്പലിൽ ജോലിയാണെങ്കിൽ പോലും നിരന്തരമായി മാസക്കണക്കിന് കടലിൽ ജീവിക്കാണ്, കപ്പലിൽ യാത്രയാണ്, കരക്ക് കയറിയിട്ട് നിസ്കരിച്ചാൽ മതി തീരുമാനിക്കാൻ പറ്റുമോ? പറ്റൂല. ആ യാത്രയിൽ നിസ്കരിക്കുക തന്നെ. അതിന് തൂക്കിക്കൊല്ലാൻ കൊണ്ടുപോകുന്ന സമയത്തും ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ തൂക്കിക്കൊല്ലാൻ കൊണ്ടുപോവാണ്.
ബദർ യുദ്ധം കഴിഞ്ഞപ്പോൾ മദീനത്തിൽ നിന്ന് 7 സഹാബത്തിൽ അള്ളാഹു റസൂൽ മക്കത്തേക്ക് പറഞ്ഞയച്ചു. എന്താണ് മക്കക്കാരുടെ തീരുമാനങ്ങളെന്ന് അറിയാൻ വേണ്ടിയിട്ട്, മക്കത്തെ ഖുറൈശികൾ എന്ത് നിലപാട് സ്വീകരിക്കും അതറിയാൻ വേണ്ടിയിട്ട് സഹാബത്തിനെ പറഞ്ഞയച്ചു. 7 പേരെ അസ്ഫാൻ പർവ്വതത്തിന്റെ മുകളിൽ വെച്ച് അവരെ വധിച്ചു. 6 പേരെ കൊന്നു, ഒരാൾ വക്കിയായി. ആ ആളെ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ മക്കത്ത് കൊണ്ടുപോയി. തൻഈമിൽ വെച്ചിട്ട് ബഹുമാനപ്പെട്ട ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെയും തൂക്കിക്കൊന്നു. കൊല്ലാൻ കൊണ്ടുപോകുന്ന സമയത്ത് ഹുബൈബ് റളിയല്ലാഹു അൻഹു അവസാനമായി മരണത്തിലേക്ക് പോകുമ്പോൾ ആവശ്യപ്പെട്ടത്, ആ കറുത്ത പുതപ്പം ധരിച്ചു നിൽക്കുന്ന കഅബയെ നോക്കി എത്ര ഞാൻ നിസ്കരിച്ചു, ഇനി എനിക്കതിന് ചാൻസ് കിട്ടുമോ, ഇവന്മാരെന്നെ കൊല്ലല്ലേ, അതുകൊണ്ട് പ്ലീസ് 2 റക്അത്ത് നിസ്കരിക്കാൻ സമ്മതം തരാം. ഹുബൈബ് റളിയല്ലാഹു അൻഹു ആ തൂക്കുമരത്തിന്റെ താഴെ ചെന്നിട്ട് 2 റക്അത്ത് നിസ്കരിച്ച് 2ാമത്തെ റക്അത്തിന്റെ സുജൂദിൽ അല്ലാഹുവിനോട് പറഞ്ഞു, പടച്ചവനെ നിസ്കരിച്ച് പൂതി തീർന്നിട്ടല്ല, ഞാൻ എന്റെ നിസ്കാരത്തെ നീട്ടിയാൽ ഈ ശത്രുക്കൾ എന്ത് പറയും, ഹുബൈബ് നിസ്കാരം നീട്ടുന്നത് മരണത്തെ പേടിച്ച് നിസ്കാരത്തെ നീട്ടുക എന്ന് പറയും, അതുകൊണ്ട് എന്നെ പരിഹസിക്കും ആക്ഷേപിക്കുന്നു, പേടിച്ചിട്ടാണ് ഞാൻ തൽക്കാലം നിസ്കാരം നിർത്തുന്നത്, നിനക്ക് വേണ്ടി നിസ്കരിച്ചിട്ട് പൂതി തീർന്നിട്ടല്ല ഞാൻ നിസ്കാരം നിർത്തുന്നത്, അല്ലാഹുവേ ഞാൻ ഇവിടെ വെച്ച് തൽക്കാലം എന്റെ നിസ്കാരം നിർത്തുന്നു. അവ്വലു മൻ സന്ന ഇൻദൽ ഖത്ൽ റക്അത്തൈനി ഹുബൈബ്, മരണത്തിന്റെ സമയത്ത് തൂക്കിക്കൊല്ലാൻ കൊണ്ടുപോകുന്ന കൊലപാതകത്തിന്റെ സമയത്ത് ആദ്യമായി ചരിത്രത്തിൽ 2 റക്അത്ത് നിസ്കരിച്ചത് ഹുബൈബ് റളിയല്ലാഹു അൻഹു ആണ്. അത് ശറഅയി. ഇപ്പൊ ഒരാൾ തൂക്കിക്കൊല്ലാൻ വിളിച്ചു, സദ്ദാം ഹുസൈനെ തൂക്കിക്കൊന്നില്ലേ, നേരത്തെ അഡ്വാൻസായി വിവരം കിട്ടിയില്ലേ, സൗദി അറേബ്യയിൽ തലവെട്ടുന്നു, കൊല്ലുന്നു ഉറപ്പായില്ലേ, ഇത് രാവിലെ വന്നിട്ട് കൊല്ലാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവാണ്, പള്ളിന്റെ മുമ്പ് കൊണ്ടുപോയിട്ട് അവിടെ വെച്ച് വെട്ടുകയാണ്, 2 റക്അത്ത് നിസ്കരിച്ച് ജയിലിൽ നിന്ന് പോയ സുന്നത്താണ്. അങ്ങനെ നേരത്തെ അഡ്വാൻസായി നമ്മുടെ മരണം സംഭവിക്കാൻ പോകുന്നു എന്നറിയുകയാണെങ്കിൽ 2 റക്അത്ത് നിസ്കരിക്കൽ സുന്നത്ത്. യുദ്ധത്തിൽ കൊലപാതകത്തിന്റെ സന്ദർഭത്തിൽ സന്തോഷത്തിന്റെ ഘട്ടത്തിൽ നിസ്കാരം, സന്തോഷത്തിന്റെ മരിച്ച നിസ്കാരല്ലേ, മരണം വലിയൊരു ദുഃഖത്തിന്റെ സന്ദർഭമാണല്ലോ, മയ്യത്ത് കൊണ്ടുവന്നിട്ട് മയ്യത്തിന് വേണ്ടി നിസ്കരിക്കുകയല്ലേ, ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത് നിസ്കാരല്ലേ നിർവഹിക്കണത്, അപ്പൊ മരിച്ചാലും നിസ്കാരം. സന്തോഷമല്ലേ കല്യാണം, വിവാഹം സന്തോഷമല്ലേ, വിവാഹം ഇരുന്നാൽ പുതുമാരൻ വന്നിരുന്നാൽ പെണ്ണിന്റെ വാപ്പയും ഈ ഭർത്താവാകാൻ പോകുന്ന നവവരനും ഒളു ചെയ്ത് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് വേണം നിക്കാഹ് നടക്കാൻ, അതൊരു സുന്നത്താണ്. സിഫാഫ് ഈ 2 പേരും അവിടെ വെച്ചിട്ട് 2 റക്അത്ത് നിസ്കരിച്ച് അത് പള്ളിയിൽ വെച്ച് നിക്കാഹാകൽ സുന്നത്താണെന്ന് പറഞ്ഞ് ശറഅല്ലോ ഇത് പറയണത്. അപ്പൊ പള്ളിയിൽ വെച്ചിട്ടാ നിക്കാഹ് നടക്കുന്നത്, ഓമുണ്ടാക്കി കയറിയിട്ട് പുയാപ്പൾ അപ്പുറത്തും ഈ കൈക്കാരൻ ഇപ്പോൾ പെണ്ണിന്റെ വാപ്പ് അപ്പുറത്തും പോയിട്ട് 2 റക്അത്ത് 2 പേരും നിസ്കരിച്ചിട്ട് നിക്കാഹ് അങ്ങ് നടക്കും. ഇതൊരു സുന്നത്താണ്. നിക്കാഹിന്റെ മുമ്പ് 2 റക്അത്ത് നിസ്കരിക്കൽ സുന്നത്താണ്. ലൈലത്തുൽ സിഫാഫ്, ആ സന്ദർഭത്തിൽ ഏറ്റവും വലിയ സന്തോഷമാണ്. ജീവിതമെന്തെന്ന് രുചിച്ചറിയാതെ ഇത്രയും നാൾ സ്വപ്നം കണ്ടു കിടന്നിരുന്ന അവർ ദാമ്പത്യ ജീവിതത്തിന്റെ മണിമുറ്റത്തേക്ക് കാലെടുത്ത് വെച്ച ആദ്യ രാത്രിയാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ കണ്ടുമുട്ടാൻ പോവാണ്, ആദ്യമായി അവർ 2 പേരും കാണാൻ പോവാണ്, സന്തോഷിക്കാൻ പോവാണ്. 2 റക്അത്ത് നിസ്കരിച്ചിട്ട് വേണം 2 പേരും സന്തോഷിക്കാൻ. അവിടെയും 2 റക്അത്ത് സുന്നത്താണ്. മധുവിധു നാളിൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് വേണം 2 പേരും തമ്മിൽ ബന്ധപ്പെടാൻ. അപ്പൊ സന്തോഷത്തിന്റെ ഘട്ടത്തിലും ദുഃഖത്തിന്റെ ഘട്ടത്തിലും കൊലപാതകത്തിലും യുദ്ധത്തിലും വിട്ടുവീഴ്ചയില്ലാത്ത വിധം നിർബന്ധമായും സുന്നത്തായും നിർവഹിക്കാൻ അള്ളാഹു നമ്മളോട് അഭേദ്യ ബന്ധം സ്ഥാപിച്ച ഒരു ആരാധനയാണ് നിസ്കാരം. അത് അള്ളാഹുവുമായി നേരിട്ട് നടത്തുന്ന ഒരു സംഭാഷണമാണ്, നേരിട്ട് അള്ളാഹുവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുന്ന ഒരു സംഭാഷണമാണ്. കാരണം നിസ്കാരത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയണത് എന്താ, വുളു ഉണ്ടാക്കി വന്ന് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി വന്നു നിൽക്കുമ്പോൾ ആദ്യമായി പറയുന്നത് അല്ലാഹു അക്ബർ. വലിയവനായ റബ്ബിനെ വലിയവനായി കണ്ട് അംഗീകരിച്ചുകൊണ്ട് അവന്റെ കയ്യങ്ങ് കെട്ടി. ഈ കയ്യങ്ങ് കെട്ടിയാൽ അല്ലാഹു വലിയവനാണ്. ചില ആളുകൾക്ക് അവന്റെ ഭാര്യയായിരിക്കും വലുത്, ചില ആളുകൾക്ക് അവന്റെ മക്കളായിരിക്കും വലുത്, ചില ആളുകൾക്ക് ദർസായിരിക്കും വലുത്, ചിലർക്ക് കിതാബായിരിക്കും വലുത്, ചില ആളുകൾക്ക് അവരുടെ ജോലിയായിരിക്കും വലുത്, മറ്റു ചില ആളുകൾക്ക് അവരുടെ ഗൾഫ് ജീവിതമായിരിക്കും വലുത്. ഏറ്റവും പ്രധാനപ്പെട്ട അതാണ്. പക്ഷേ ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും വലുത് അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് ഏറ്റവും വലുത്. വലിയവനായ റബ്ബിനെ വലിയവനായി കണ്ടു, വലിയവനായി ഉൾക്കൊണ്ടപ്പോൾ സ്വന്തം നഫ്സിനെ പോലും മറന്ന്
അവൻ അല്ലാഹുവിൽ ലയിച്ചു പോയി. അല്ലാഹുവിൽ ലയിച്ചു, അല്ലാഹുവുമായി ബന്ധപ്പെട്ടു, അല്ലാഹുവുമായിട്ടാണ് ഇനി അവന്റെ സംസാരങ്ങളൊക്കെയും. ആ വലിയവനായ റബ്ബിനെ വലിയവനായി കണ്ടാൽ സ്വന്തം നഫ്സിനെ പോലും മറക്കും. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ കാലിന്റെ മസിലിൽ അല്ലെങ്കിൽ മർമ്മസ്ഥാനത്ത് ഒരു അമ്പ് തറച്ചു. ആ അമ്പിന്റെ പുറഭാഗം മുഴുവനും പറിച്ചെടുത്തു. അതിന്റെ കുറ്റി മാത്രം ഉള്ളിൽ ബാക്കിയായി. കാല് കീറിയിട്ട് മസില് കീറാതെ അതിന്റെ ഉള്ളിൽ നിന്ന് കുറ്റി കിട്ടുകയില്ല. സ്വഹാബത്ത് പറഞ്ഞു, അലിയാരെ നിങ്ങൾ എന്തായി ചെയ്യുന്നത്? നിങ്ങളുടെ കാലിന്റെ ഉള്ളിൽ നിന്ന്, ആ മർമ്മസ്ഥാനത്ത് നിന്ന് ആ അമ്പിന്റെ കുറ്റി പറിച്ചെടുത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ശരീരം നഷ്ടപ്പെട്ടു പോകും, മരിച്ചു പോകും, അപകടപ്പെട്ടു പോകും. ആ കാല് കീറണം, അതിന്റെ ഉള്ളിൽ നിന്ന് അമ്പിന്റെ കുറ്റി പറിച്ചെടുക്കണം. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാനൊരു മനുഷ്യനല്ലേ, കാല് വേദനിക്കുന്നു. കൈ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോഴേക്ക് വേദന കൊണ്ട് പിടയുന്ന അലി റളിയല്ലാഹു അൻഹു, പക്ഷേ ഇത് മർമ്മസ്ഥാനത്താണ്, പറിച്ചെടുത്തില്ലെങ്കിൽ അപകടമാണ്. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ കിട്ടുമോ എന്ന് നിങ്ങൾ നോക്കണം. അലി റളിയല്ലാഹു അൻഹു നിസ്കരിക്കാൻ നിന്നു, നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു. സ്വഹാബത്ത് എന്ത് ചെയ്തു? നിസ്കരിക്കാൻ വേണ്ടി നിന്ന് അല്ലാഹു അക്ബർ പറഞ്ഞ് അല്ലാഹു വലിയവനാണെന്ന് മനസ്സിലാക്കി റബ്ബിന്റെ മുമ്പിൽ കൈ സമർപ്പിച്ച അലി ഇബ്നു അബീ ത്വാലിബിന്റെ കാല് കീറി അതിന്റെ ഉള്ളിൽ നിന്ന് അമ്പിന്റെ കുറ്റി പുറത്തെടുത്തു. കാല് ഒരു തുണി കൊണ്ട് വരിഞ്ഞു കെട്ടി. ആധുനിക സംവിധാനങ്ങളൊന്നുമില്ല, ധരിപ്പിക്കാൻ വരുന്നില്ല. പച്ച ശരീരം കീറണം. കീറി അതിന്റെ ഉള്ളിൽ നിന്ന് അമ്പിന്റെ കുറ്റികൾ മുഴുവനും പുറത്തെടുത്തു, അവശിഷ്ടങ്ങളൊക്കെ പുറത്തെടുത്തു. കാല് ഭദ്രമായി വരിഞ്ഞു കെട്ടി. ആ വലിയവനായ റബ്ബിനെ വലിയവനായി കണ്ട് റബ്ബിന്റെ മുമ്പിൽ സമർപ്പിച്ചപ്പോ ശരീരം മറന്ന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ചോദിക്കുന്നു, ലിമ ലം തസ്തഖ്രിജൂ, നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ ഞാൻ നിസ്കരിക്കാൻ നിൽക്കുമ്പോ കിട്ടുമോ എന്ന് നോക്കണമെന്ന്, നിങ്ങൾ എന്തുകൊണ്ട് നോക്കില്ല? ആ ശരീരം കീറിപ്പൊളിച്ചത് അവിടെ നിന്നറിയാൻ സാധിച്ചില്ല. അതിന്റെ ഉള്ളിൽ നിന്ന് കുറ്റി പുറത്തെടുത്തപ്പോൾ അറിയാൻ പോലും സാധിച്ചില്ല. ആ റബ്ബിന്റെ മുമ്പിലേക്കുള്ള സമർപ്പണമാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് അല്ലാഹുമായുള്ള മുനാജാത്താണ്. എല്ലാം വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രികീൻ. വജ്ജഹ്തു വജ്ഹി, എന്റെ ശരീരം ഞാൻ സമർപ്പിച്ചു, എന്റെ ശരീരം ഞാൻ തിരിച്ചു വച്ചു. ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമാ, ആകാശഭൂമികളെ സൃഷ്ടിച്ച സർവവും സൃഷ്ടിച്ച ലോകം സൃഷ്ടിച്ച നാഥനായ റബ്ബിലേക്ക് ഞാൻ എന്റെ ശരീരം തിരിച്ചു വെച്ചു എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ അവന്റെ ശരീരം സമർപ്പിച്ചുകൊണ്ടാണ് അവൻ ആ പ്രാർത്ഥനയിലേക്ക് കടക്കുന്നത്. പ്രാർത്ഥന പോകുമ്പോ ഇയ്യാക നഅ്ബുദു, നിന്നോട് എന്ന് നേരിട്ട് അള്ളാഹുവിനോട് സംസാരിക്കും. ഇനിയുള്ള സംഭാഷണങ്ങളൊക്കെ അള്ളാഹുവിനോടാണ്. നിസ്കാരത്തിലുള്ള ദിക്റുകളും പ്രാർത്ഥനകളൊക്കെ റബ്ബിനോട് സമർപ്പിക്കുന്ന ദിക്റുകളും പ്രാർത്ഥനകളുമാണ്, അവനോട് ചോദിക്കുന്ന യാചനകളാണ്. നമ്മുടെ ആവശ്യങ്ങൾക്ക്, ദുന്യാവിന്റെയും പരലോകത്തിന്റെയും കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള സലാമത്തിന് വേണ്ടി വെക്കപ്പെട്ടതാണ് ഈ നിസ്കാരം. ആ നിസ്കാരം അതിന്റെ ശ്രദ്ധയോടുകൂടി എങ്ങനെയെങ്കിലും ഒന്ന് നിസ്കരിച്ചു വിട്ടാൽ പോരാ. നമ്മളൊക്കെ ഇപ്പൊ നിസ്കരിക്കുന്നുണ്ട്, പഴയ കാലത്ത് അപേക്ഷിച്ച മാതിരി. പണ്ട് കാലങ്ങളിലൊക്കെ നിസ്കരിക്കുന്നവർ വളരെ കുറവ്, നോമ്പ് നോൽക്കുന്നവർ വളരെ കുറവ്. അങ്ങനെയായിരുന്നല്ലോ ഒരു കാലഘട്ടത്തിലെ അവസ്ഥ. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നിസ്കരിക്കാതിരിക്കുക എന്നുള്ളത് ഒരു മോശപ്പെട്ട പണിയാണ്. നോമ്പ് നോൽക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ വല്ലാത്ത ഒരു ചേപ്പറത്തലാണ്. മിക്കെല്ലാവരും നോമ്പ് നോൽക്കും, ചെറുപ്പക്കാരൊക്കെ നോമ്പ് നോൽക്കും, വലിയവരും നോൽക്കും, കുട്ടികളൊക്കെ നോൽക്കും. ആ നോമ്പ് നോൽക്കാത്തവരില്ല. സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ നോമ്പ് നോറ്റിട്ടാ പോവാ. നോമ്പില്ലാതെ പോകാൻ അവർക്ക് സമ്മതിക്കൂല. കുട്ടികൾക്ക് ആവേശം. നിസ്കാരം അങ്ങനെ തന്നെയാണ് എല്ലാവർക്കും. നിസ്കാരം പള്ളികൾ മലപ്പുറത്ത് എത്ര പള്ളിയുണ്ട്? പഴയ കാലത്ത് മലപ്പുറത്ത് അങ്ങാടിന് എത്ര പള്ളി, മലപ്പുറത്ത് കോട്ടപ്പടിക്ക് എത്ര പള്ളി ഉണ്ടായിരുന്നു? 2 or 3 പള്ളി. ഇന്നിപ്പോ കോട്ടപ്പടിക്ക് എത്ര പള്ളിയുണ്ട്? പള്ളി ഏതെങ്കിലും ഒരു പള്ളി ഒഴിവുണ്ടോ? എല്ലാ പള്ളിയിലും ജനനിബിഡമാണ്. എന്നിട്ട് ഈ കോലത്തിൽ നിസ്കാരം നടന്നിട്ട് നമ്മളൊക്കെ നിസ്കരിക്കണില്ലേ? നിസ്കരിക്കുന്നത് എന്തിനാണ്? നിസ്കാരത്തിന്റെ ഫലം എന്താണ്? ഖുർആൻ 3 കാര്യങ്ങളാ പറഞ്ഞത്. നിസ്കാരത്തിന്റെ ഫലം ഖുർആൻ പഠിപ്പിച്ചത് 3 കാര്യമാണ്. വസ്തഈനു ബിസ്സബ്രി വസ്സലാഹ്, നിസ്കാരം കൊണ്ട് നേടേണ്ടത് മുഴുവൻ നേടാം. എല്ലാ നേടേണ്ട കാര്യങ്ങളും നേടാനുള്ള മഅൂനത്താണ് നിസ്കാരം.
വസ്തഈനൂ, നിസ്കാരം നിങ്ങൾക്കുള്ള മഅൂനത്താണ്, സഹായം തേടാനുള്ള വസ്തുവാണ്. എന്ത് നിങ്ങൾക്ക് നേടണോ, ദുന്യാവ് നേടാനും ആഖിറം നേടാനും എന്ത് നേടാനുമുള്ള മഅൂനത്താണ് നിസ്കാരം. നിസ്കരിക്കുന്ന ഒരു മനുഷ്യന് എന്തും നേടാൻ കഴിയും. നേടേണ്ടതൊക്കെ നേടാൻ പറ്റും നിസ്കാരം കൊണ്ട്. നമ്മൾ വല്ലതും നേടിയിട്ടുണ്ടോ? രണ്ടാമത് നിസ്കാരത്തിന്റെ മറ്റൊരു ഗുണം ഖുർആൻ പഠിപ്പിച്ചത് എന്താണെന്നറിയോ? തടുക്കേണ്ടത് മുഴുവൻ തടുക്കാൻ. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. തടുക്കേണ്ടതൊക്കെ തടുക്കും. ഫഹ്ശാ മുൻകർ. ഫഹ്ശാ എന്ന് പറഞ്ഞാൽ എന്താ? മുൻകർ എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹു തആല ഖുർആനിന്റെ പലയിടങ്ങളിൽ പറഞ്ഞൊരു വാക്ക്. വെള്ളിയാഴ്ച മിമ്പർ മുതൽ നമ്മൾ കേൾക്കുമല്ലോ, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി വഈതാഇ ദിൽ ഖുർബാ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി യഅ്ദുകും ലഅല്ലകും തദക്കറൂൻ. ഈ ആയത്ത് ഖുതുബന്റെ അവസാനത്തിൽ പണ്ടേ കേട്ടുവരുന്നതാ, സുന്നത്താണ്. 1-ാം നൂറ്റാണ്ടിൽ, ഹിജ്റയുടെ ആദ്യ നൂറ്റാണ്ടിൽ ജീവിച്ച ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ആണ് ഖുതുബയിൽ അത് സ്ഥിരമായി ഓതാൻ പതിവാക്കി നിശ്ചയിച്ചുകൊണ്ട് സമൂഹത്തെ പഠിപ്പിച്ചത്. അന്ന് മുതൽ ഇന്ന് വരെ നിരാക്ഷേപം അത് നടന്നു വരുന്നതുമാണ്. വളരെ വല്ലാത്ത ഒരു ഉപദേശമാണ്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ൽ വൽ ഇഹ്സാൻ വഈതാഇ ദിൽ ഖുർബാ. 3 കാര്യങ്ങളാണ് അതിൽ കൽപ്പിക്കുന്നത്. വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി. 3 കാര്യങ്ങളാണ് അതിൽ വിരോധിക്കുന്നത്. എല്ലാമായി ഈ ആയത്ത് എല്ലാം ഉൾക്കൊള്ളുന്ന ജാമിഉ മാനിയാണ്. അതിൽ ഉൾക്കൊള്ളാത്ത ഒന്നുമില്ല, അതിൽ തടയാത്ത ഒന്നുമില്ല, എല്ലാം ഉൾക്കൊള്ളുന്നു. ഇതെല്ലാ വെള്ളിയാഴ്ചകളും. ഈ ഫഹ്ശ എന്ന് പറഞ്ഞാൽ എന്താ? കാമ വികാര സംബന്ധമായ എന്തെല്ലാം സംഗതികളുണ്ടോ അതൊക്കെ ഫാഹിഷത്തായിട്ടാണ് ഖുർആൻ പറയുന്നത്. മനുഷ്യന്റെ വികാരം കത്തിജ്വലിച്ചിട്ട് കാമം നിയന്ത്രിക്കാൻ കഴിയാതെ അനിയന്ത്രിതമായി ഉപയോഗപ്പെടുത്തുന്ന വ്യഭിചാരം, ഇന്ന സിനാ ഇന്നഹു കാന ഫാഹിഷതൻ. ഖുർആൻ അതിനെ സംബന്ധിച്ച് ഫാഹിഷത്ത് എന്നാ പറഞ്ഞത്. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ഖൗം ചെയ്തിരുന്ന ആ സ്വവർഗ സംഭോഗം, പുരുഷൻ തമ്മിലുള്ള സംഭോഗം ഫാഹിഷത്തായിട്ട് ഖുർആൻ വളരെ മോശമായിട്ടാണ് അവതരിപ്പിച്ചത്. കാമവികാരത്തിന്റെ പേരിലും ക്രോധത്തിന്റെ പേരിലും ഉണ്ടാകുന്ന സർവ്വ സംഗതികൾക്കുമാണ് ഖുർആൻ ഫാഹിഷത്ത് എന്ന് വിശേഷിപ്പിച്ചത്. വൽ മുൻകർ. മുൻകർ എന്ന് പറഞ്ഞാൽ മറ്റു തരത്തിലുള്ള എല്ലാവിധ കോപത്തിന്റെയും ദേഷ്യത്തിന്റെയും പേരിൽ വന്നുകൂടുന്ന ഏത് തരം തെറ്റുകളും. അപ്പൊ കാമ ക്രോധ വികാര സംബന്ധമായ എല്ലാ തെറ്റുകളിൽ നിന്നും മനുഷ്യനെ തടഞ്ഞു നിർത്തുന്ന ഒരു പരിചയമാണ് നിസ്കാരം. അപ്പൊ നേടേണ്ടതൊക്കെ നേടാം, തടുക്കേണ്ടതൊക്കെ തടുക്കാം. പിന്നെ നിസ്കാരത്തിന്റെ 3-ാമത്തെ ഗുണം എന്താ? മനുഷ്യന്റെ സ്വഭാവം നന്നാക്കി തീർക്കുന്ന വസ്തുവാണ് നിസ്കാരം. ഇന്നൽ ഇൻസാന ഖുലിഖ ഹലൂആ വഇദാ മസ്സഹു ശർറു ജസൂആ വഇദാ മസ്സഹുൽ ഖൈറു മനൂആ. മനുഷ്യൻ ഇന്നൽ ഇൻസാന ഖുലിഖ ഹലൂആ, നിശ്ചയം മനുഷ്യനെ ഹലൂആ ആയിട്ട് സൃഷ്ടിക്കപ്പെട്ടു. ഹലൂഅ എന്ന് പറഞ്ഞാൽ എന്താ? അത്യാഗ്രഹിയായ മനുഷ്യനായിട്ട്, ശക്തിയായ അത്യാഗ്രഹമുള്ള മനുഷ്യൻ. അവൻ അവകാശപ്പെട്ടത് അവന് കിട്ടാൻ വേണ്ടിയുള്ള അത്യാഗ്രഹവും മോഹവും, അതാണ് ഹലൂഅ എന്ന് പറഞ്ഞത്. മനുഷ്യൻ അത്യാഗ്രഹിയാണ്. വഇദാ മസ്സഹു ശർറു ജസൂഅ, എന്തെങ്കിലും ഒരു അപകടം, ഒരു ബുദ്ധിമുട്ട്, ഒരു വിഷമം, ഒരു പൊറുതികേട് വന്നാൽ അവൻ എന്താക്കും? ഭയങ്കരമായ പൊറുതികേടുകളും വിഷമങ്ങളും അതിന്റെ പേരിൽ കാണിച്ചുകൊണ്ടിരിക്കും. എന്തെങ്കിലും ഒരു പനി, ഒരു തലവേദന ഉണ്ടായാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കടം കൊണ്ടും വിഷമം കൊണ്ടും ബുദ്ധിമുട്ടുണ്ടായാൽ വേഗം തൂങ്ങിയരിച്ചാൽ പോവല്ല. പൊറുതികേട് കാട്ടത് മനുഷ്യ സഹജമാണ്. അവനിക്ക് എന്തെങ്കിലും ഒരു ഖൈറ് വന്നു കിട്ടിക്കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് കൊടുക്കാതെ അത് പിടിച്ചു വെച്ചിട്ട് ഇതൊക്കെ ഞാൻ സ്വന്തം ഉണ്ടാക്കിയതാണ് എന്ന ഒരു ഭാവം അവന്റെ മനസ്സിലുണ്ടാകും. വളരെ മോശപ്പെട്ട സ്വഭാവ ഗുണങ്ങളാണ് ഈ വിശേഷിപ്പിക്കപ്പെട്ടത്. ഇല്ലൽ മുസല്ലി വഹും അലാ സ്വലാത്തിഹിം ദാഇമൂൻ. നിസ്കരിക്കുന്ന ആളുകൾക്ക് ഇത് ഉണ്ടാവില്ല എന്നാ. ദായിമയായി നിസ്കരിക്കുന്ന തോന്നുമസല്ലി നമ്മളെ ഉമ്മാര് പറയണ ആ നിസ്കാരമല്ല.
കൃത്യത പുലർത്തി നിയന്ത്രിച്ച് നിസ്കാരത്തിന് അതിന്റെ മട്ടം പോലെ നടത്തിപ്പോരുന്ന ആളുകൾക്ക് ഈ ദുസ്വഭാവം ഉണ്ടാവൂല. അവരതിൽ നിന്ന് ഒഴിവാണ്. ഇപ്പൊ ഈ നിസ്കാരത്തിന്റെ 3 ഗുണം നമുക്കുണ്ടോ? നിസ്കാരത്തിന്റെ ഈ 3 ഗുണം നമുക്കുണ്ടോ? നേടേണ്ടതൊക്കെ നേടാൻ നമ്മളെ നിസ്കാരം കാരണമായിട്ടുണ്ടോ? തടുക്കേണ്ടത് മുഴുവൻ തടുക്കാൻ നമ്മളെ നിസ്കാരം കൊണ്ട് കാരണമായിട്ടുണ്ടോ? നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങിപ്പോയിട്ടല്ലേ ലോട്ടറി വെക്കുന്നത്? പച്ച ഹറാമായ ലോട്ടറി വെക്കുന്നവനും നിസ്കാരത്തിൽ 1-ാം സഫിലല്ലേ? ബാങ്കിൽ പലിശ എഴുതുന്നവനും 1-ാമത്തെ സഫിലല്ലേ നിസ്കാരത്തിന്? ബാറ് നടത്തുന്നവരും 1-ാമത്തെ സഫിലല്ലേ നിസ്കാരത്തിന്? അവന്റെ ബാറിൽ പൊരിഞ്ഞ കച്ചവടം നടക്കുക, അതുകൊണ്ട് വെള്ളിയാഴ്ചത്തെ ചൊവ്വ ശനിയാഴ്ചത്തേക്ക് മാറ്റിവെച്ചു. അക്കഥ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിസ്കരിക്കുന്നവനാണ് പക്ഷേ കള്ള് വിൽക്കുന്നു, നിസ്കരിക്കുന്നവനാണ് കളവ് പറയുന്നു, നിസ്കരിക്കുന്നവനാണ് പലിശക്ക് കൊടുക്കുന്നു, നിസ്കാരത്തിന് ജമാഅത്ത് 1-ാം സഫിലുണ്ട് ലോട്ടറി വിൽക്കുന്നു, പച്ച ഹറാമുകളെല്ലാം ചെയ്യുമ്പോൾ അള്ളാഹു വിരോധിച്ച വന്തോഷങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ അവന്റെ നിസ്കാരം കാരണമായിട്ടില്ല എങ്കിൽ മല്ലം തൻഹ സ്വലാത്തുഹു അനിൽ ഫഹ്ശാഇ ലം യസ്ദദ് മിൻഹു ഇല്ലാ ബുഅദിനല്ലാഹി ഇല്ലാ ബുഅദാ. മല്ലം തൻഹ സ്വലാത്തുഹു അനിൽ ഫഹ്ശാ, തമ്മാടിത്തരത്തിൽ നിന്ന് അവന്റെ നിസ്കാരം അവനെ തടഞ്ഞിട്ടില്ലെങ്കിൽ, മൻ ലം തൻഹ സ്വലാത്തുഹു അനിൽ ഫഹ്ശാ, അവൻ നിസ്കരിച്ചിട്ട് അവൻ തെറ്റ് ചെയ്യുന്നതിൽ നിന്ന് മാറി നിൽക്കുന്ന അവസ്ഥ വന്നിട്ടില്ലെങ്കിൽ, ലം യസ്ദദ് മിനല്ലാഹി ഇല്ലാ ബുഅദാ, അവൻ അള്ളാഹുവിനെ തൊട്ട് അകന്നകന്നകന്നകന്നു പോവുകയല്ലാതെ പടച്ച റബ്ബിലേക്ക് അവൻ അടുക്കുന്നില്ല. അവൻ അള്ളാഹുവിനെ തൊട്ട് അകന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ്, അകന്നുകൊണ്ടേയിരിക്കുകയാണ്, അകൽച്ച കൂടിക്കൊണ്ടിരിക്കുകയാണ്. നിസ്കരിക്കുന്നു, അള്ളാഹുവിലേക്ക് അടുക്കേണ്ട മനുഷ്യൻ, അള്ളാഹുവുമായി ബന്ധം പുലർത്തേണ്ട മനുഷ്യൻ, അള്ളാഹുവിന്റെ സാമീപ്യം കൂടുതൽ കിട്ടേണ്ട മനുഷ്യൻ നിസ്കരിക്കുന്നു, അള്ളാഹുവിനെ തൊട്ട് അകന്നകന്നകന്നു പോയിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മളെ നിസ്കാരം എന്തല്ല? നിസ്കാരം കൊണ്ട് ഉദ്ദേശിച്ച യഥാർത്ഥ പോസ്റ്റിലേക്ക് ആ നിസ്കാരം എത്തിയിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കും. നമ്മളെ നിസ്കാരത്തിന്റെ സ്ഥിതി അതാണ്. അലി ഇബ്നു അബീ താലിബിന്റെ നിസ്കാരോ കാല് കീറിയിട്ട് അതിന്റെ ഉള്ളിൽ നിന്ന് അമ്പന്റെ കുറ്റി പുറത്തെടുത്തിട്ടും അവരറിഞ്ഞില്ല. സർവസ്വവും അള്ളാഹുവിലേക്ക് അങ്ങ് സമർപ്പിച്ചിട്ടുള്ള നിസ്കാരമാണ്. നമ്മളെ നിസ്കാരത്തൊക്കെ നിന്ന് അതൊക്കെ നാവുകൊണ്ട് വെറുതെ ചൊല്ലി പറയാതെ. എറണാകുളത്ത് ഞാൻ ജോലി ചെയ്യണ പള്ളിന്റെ അവിടെ ഉള്ള ഒരു ചങ്ങായി വന്നിട്ട് ഞാൻ വജ്ജഹത്ത് തോന്നിയിട്ട് ഒരുപാട് കാലമായി. എന്തിനാ നിസ്കാരത്തിൽ ഈ പൊള്ളിങ്ങനെ പറയണത്? ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ നിസ്കാരവും എന്റെ ജീവിതവും എന്റെ മരണവും എന്റെ എല്ലാം അല്ലാഹുവാണ്. എത്രയോട്ടായി പൊള്ളിങ്ങനെ പറയണത്? അത് വിചാരിച്ചു വജ്ജഹത്ത് ഒഴിവാക്കണ്ട. ആ പറയണ പ്രഖ്യാപനത്തോട് ശരീരത്തെ ജീവിതത്തെ യോജിപ്പിക്കാൻ ശ്രമിക്കല്ലാതെ അള്ളാന്റെ റസൂൽ ചെല്ലാൻ പറഞ്ഞൊരു സുന്നത്ത് ഒഴിവാക്കാൻ പാടുണ്ടോ നമുക്ക്? ഇമാമിന്റെ കൂടെ ഫാത്തിഹ പൂർണ്ണമായി കിട്ടൂല എന്ന് തോന്നിയാലല്ലാതെ വജ്ജഹത്ത് ഒഴിവാക്കാൻ പാടില്ല. നിസ്കാരത്തേക്ക് ഇമാമ് പ്രവേശിച്ചു, പിന്നിൽ വന്നിട്ട് ഇമാമിനെ തുടരാൻ വന്നു. ഇപ്പൊ ലോഹർ നിസ്കരിക്കാൻ വന്നപ്പോ മഗ്‌രിബിനാണെങ്കിൽ ഫാത്തിഹ ഓതുന്നത് കേൾക്കുമല്ലോ, ഇശാക്കാണെങ്കിലും ഫാത്തിഹ ഓതുന്നത് കേൾക്കും. ലോഹർക്ക് എവിടെത്തി? ഇയാൾ ഓതിയിട്ട് എവിടെത്തി? ഇമാമിന്റെ കൂടെ അല്ലാഹു അക്ബർ പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഒരൽപ്പം കഴിഞ്ഞിട്ടാണ് ഇമാമിനെ പിന്തി തുടരുന്നതെങ്കിൽ ഫാത്തിഹ മുഴുവൻ ഓതാൻ കിട്ടൂല ഇമാമിന്റെ കൂടെ. അപ്പൊ വജ്ജഹത്ത് ഓതണ്ട. ആ സമയത്ത് വജ്ജഹത്ത് ഓതണ്ട, ഫാത്തിഹ ഓതിയാൽ മതി. വജ്ജഹത്ത് ഓതി ഫാത്തിഹ പകുതിയായപ്പോഴേക്ക് ഇമാമ് റുക്കോഴേക്ക് പോയാലോ ഈ ഫാത്തിഹ പൂർത്തിയാക്കാതെ റുക്കോഴെ പോകാനും പാടില്ല. അപ്പൊ ഇമാമിന്റെ കൂടെ റുക്കോഴി കിട്ടിയില്ലെങ്കിലോ ആ റക്കായത്ത് കിട്ടൂല. സലാം വീട്ടിയിട്ട് റക്കായത്ത് നിസ്കരിക്കണം. കാഴ്ചക്കാർക്ക് ഇപ്പൊ ഇമാമ് ഫസ്റ്റ് റക്കായത്ത് തന്നെ തുടർന്നിട്ടുണ്ട്, സലാം വീട്ടിയിട്ട് റക്കായത്ത് നിസ്കരിക്കലുമുണ്ട്. അതെന്തേ? ഇമാമിന്റെ കൂടെ റക്കായത്ത് കിട്ടിയില്ല. എന്തേ കിട്ടാതിരുന്നത്? റുക്കോഴക്ക് പോയാലല്ലേ ഇമാമിന്റെ കൂടെ റക്കായത്ത് കിട്ടുള്ളൂ. റുക്കോഴക്ക് പോകാൻ പറ്റാതായത് വജ്ജഹത്ത് ഓതിയപ്പോ ഫാത്തിഹ പൂർത്തിയാക്കി ഓതാൻ നിർബന്ധമായി. അപ്പൊ ഇമാമ് അല്ലാഹു അക്ബർ പറഞ്ഞ ഉടനെ തന്നെ അല്ലാഹു അക്ബർ പറയാൻ സാധിച്ച് സ്വപ്പിൽ നിന്നാൽ വജ്ജഹത്ത് ഓതാൻ ചാൻസ് കിട്ടാം. എന്നിട്ട് ഇമാമ് ഫാത്തിഹ ഓതി കഴിയുമ്പോഴത്തേന് നമ്മൾ ഫാത്തിഹ കഴിയണം. ഇമാം റുക്കോഴക്ക് പോകുമ്പോൾ നമ്മൾ റുക്കോഴക്ക് പോകണം. ഇമാമ് ഫാത്തിഹ ഓതാൻ തുടങ്ങിയതിന് ശേഷം പിന്നെ നമ്മൾ വന്ന് തുടരുമ്പോ പിന്നെ വജ്ജഹത്ത് നമ്മൾ ഓതാൻ നിന്നാൽ ഇമാമ് ഫാത്തിഹ കഴിഞ്ഞ് റുക്കോഴക്ക് പോയാൽ നമ്മളെ ഫാത്തിഹ പൂർത്തിയാവൂല. അങ്ങനത്തെ സമയത്തല്ലാതെ ഇമാമിന്റെ കൂടെ കൃത്യമായി ഫാത്തിഹ പൂർത്തിയാക്കി ഓതാൻ കിട്ടും
എന്ന് ബോധ്യപ്പെട്ടവിടത്തെ വജ്ഹത്ത് നമ്മൾ ഓതാൻ പാടുള്ളൂ. അല്ലാത്ത സമയത്ത് വജ്ഹത്ത് ഓതണ്ട, ഒഴിവാക്കിയിട്ട് ഫാത്തിഹ എന്ന ഫർള്, വജ്ഹത്ത് സുന്നത്താണ്, ഫാത്തിഹ എന്ന ഫർള് ഓതിയിട്ട് ഇമാമിന്റെ കൂടെ റക്അത്ത് കിട്ടണ പണി ചെയ്യാൻ വേണ്ടത്. വജ്ഹത്ത് ഒഴിവാക്കണ്ട. എന്തായാലും നമ്മൾ ഒറ്റയ്ക്ക് സ്കരിക്കുകയാണെങ്കിലും പ്രത്യേകിച്ച് ആ പറയുന്ന പ്രഖ്യാപനത്തോടെ ജീവിതത്തെ സമപ്പെടുത്തി കൊണ്ടുവരാൻ വേണ്ടത്, അല്ലാതെ ഉപേക്ഷിക്കല്ല വേണ്ടത്. അപ്പൊ നമ്മുടെ നിസ്കാരം കൊണ്ട് നേടേണ്ടത് നേടുന്നില്ല, തടുക്കേണ്ടത് തടുക്കുന്നില്ല, നമ്മൾ നിസ്കരിച്ചിട്ട് ഒന്നും കിട്ടണില്ല, അള്ളാഹുവിന്റെ സാമീപ്യം കിട്ടുന്നില്ല, ഇബാദത്തുകൾക്ക് താല്പര്യം വരുന്നില്ല. എന്താണ്? നിസ്കരിക്കുന്ന മനുഷ്യനാണോ അവനത് സാധിച്ചിരിക്കും. അവന്റെ പക്കൽ നിന്നൊരു തെറ്റും സംഭവിക്കില്ല. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു, ഞങ്ങൾക്കൊരു ഒരു 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 പുള്ളിനെ കിട്ടിയാല് ഞങ്ങൾ ആദ്യം നോക്കല് നെറ്റത്ത് നിസ്കാരത്തായമ്പുണ്ടാകുന്ന. നെറ്റത്ത് നിസ്കാരത്തായമ്പുണ്ടെങ്കിൽ കേസ് തെളിയിക്കാൻ വളരെ എളുപ്പമാണ്. ഒരു പോലീസുകാരൻ പറയാം. അതെന്താണ്? അവനോട് ചെന്നിട്ട് നെറ്റത്ത് നിസ്കാരത്തായമ്പുള്ള ഒരു മുസ്ലിമിനെയാണ് കിട്ടിയതെങ്കിൽ, നിസ്കരിക്കുന്ന മുസ്ലിമിനെയാണ് കിട്ടിയതെങ്കിൽ അവൻ ഉള്ളു അറിയില്ല. ഇന്ന തെറ്റ് ചെയ്തിട്ടില്ലടാന്ന് ചോദിച്ചാൽ, ഈ ഖുർആൻ തൊട്ട് സത്യം ചെയ്യാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചാൽ അവൻ ഉള്ള കാര്യം തുറന്നു പറയും. അതുകൊണ്ട് കേസ് ഞങ്ങൾക്ക് വളരെ പെട്ടെന്ന് കൈകാര്യം ചെയ്യാൻ സാധിക്കും. ഒരു നിസ്കരിക്കണ മുസ്ലിമിനെ കിട്ടിയാല് ഓൻ പൊള്ളു അറിയില്ല. നിസ്കാരം കൃത്യമാണെങ്കിൽ ഓൻ പൊള്ളു അറിയില്ല, ഓൻ കള്ളുടിക്കൂല, ഓൻ വിചരിക്കൂല, ഗീബത്ത് പറയില്ല, നമീമത്ത് പറയില്ല. നമ്മൾക്ക് അങ്ങനത്തെ നിസ്കാരമായിട്ടുണ്ടോ? ഇല്ല. നാം നിസ്കാരം അഴിച്ചുപണി നടത്തണം എന്ന് ചുരുക്കം. നമ്മളിന്ന് നിസ്കരിക്കണം, നിസ്കാരം അഴിച്ചുപണി നടത്തണം. എന്നാ പിന്നെ എങ്ങനെ നിസ്കരിച്ചിട്ട് എന്താ കാര്യം? ഇങ്ങനെ നിസ്കരിച്ചിട്ട് എന്താ കാര്യം? നിസ്കരിക്കാതിരിക്കല്ല നല്ലത്. അല്ല, നിസ്കരിച്ചാലും നരകത്ത് പോകും. ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. നരകാവകാശികൾ നരകത്തിൽ വരുമ്പോ ചോദിച്ചു, മാ സലകക്കും ഫീ സഖർ, നിങ്ങൾ എന്താ ഈ നരകത്തിൽ വരാനുള്ള കാരണമെന്ന് മലക്കുകൾ ചോദിക്കും. ഖാലൂ, അവരുടെ മറുപടി, ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിച്ചില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ നരകത്തിൽ വന്നത് എന്ന് നരകാവകാശികൾ പറയും. നിസ്കരിക്കാത്തവർ നരകത്തിൽ പോകും. അവർക്ക് പ്രത്യേകമായ ഒരു നരകം തന്നെയുണ്ട്. ആ നരകത്തിൽ അവർ പോകുമെന്ന് പറഞ്ഞ ഖുർആൻ പറയുന്നു, ഫവൈലുൽ ലിൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവർക്കും നരകമുണ്ട്. ലിൽ മുസല്ലീന എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുന്നവർ, അവർക്കും നരകമുണ്ട്. നിസ്കരിക്കുന്നവരും നരകത്ത് പോകും. കാരണം ആ ജാതി നിസ്കാരമാണ് അവർ നടത്തുന്നത്. അപ്പൊ കൃത്യത പുലർത്തി നിസ്കരിക്കൽ വാജിബാണ്. എങ്ങനെയെങ്കിലും നിസ്കാരം കാട്ടിക്കൂട്ടിയാൽ പോരാ. പള്ളിയിൽ വന്ന് നിസ്കരിക്കണ സമയത്ത് സുജൂദിൽ കാലിന്റെ വിരലൊക്കെ ഇങ്ങനെ വെക്കുമ്പോ കാലിന്റെ വിരൽ മടക്കി വെക്കണം. ആ സുജൂദിൽ ശരിക്കും കൃത്യമായിട്ട് ഇങ്ങനെ കുത്തി വെക്കണം, മടക്കി വെക്കണം. ഒരു വിരലെങ്കിലും കൃത്യമായി മടക്കി വെക്കണം. അതൊക്കെ അത്രയൊക്കെ മതി. അങ്ങനെയൊക്കെ പാലിക്കാൻ നോക്കിയാൽ നിസ്കരിക്കാൻ വയ്ക്കുക. ഈ നിലപാടാണ്. ഒരു തെറ്റ് പറഞ്ഞു കൊടുത്താൽ അവനോട് വെറുപ്പാണ്. ആ തെറ്റ് തിരുത്തിയിട്ട് നല്ല കോലത്തിൽ നിസ്കരിക്കണമെന്ന അഭിപ്രായമല്ല. മിനിഞ്ഞാന്ന് ഞാൻ ഒരാളോട് പറഞ്ഞു, അയാളെ തുണി ഇങ്ങനെ താന്ന് പോയി. അല്ലാഹു തആല അവിടെ ഒരു കുറ്റി സൃഷ്ടിച്ചിട്ടില്ലെങ്കിൽ അതാണ് കീപ്പെട്ട് കൊഞ്ഞാടും. അക്കോലത്തിൽ തുണി കീപ്പെട്ട് കണ്ട് ഇറങ്ങിപ്പോയിക്കണം. എന്നിട്ട് ഗേറ്റിങ് ഇങ്ങനെ വന്നുക്കാ പോയോ ഒരു കൊമ്പയും കുടവയറും കാണിച്ചിട്ട് തുണി ഒന്നും മടക്കി കുത്തി തലയിൽ ഒരു തൊപ്പിയിട്ട വിശേഷമായി. തുണി മടക്കി കുത്തിയിട്ട് എന്തിനാ തൊപ്പിയിടുന്നത്? തുണി മടക്കി കുത്തൽ ഹറാമല്ലേ? കാലിന്റെ മുട്ടിനെ മീതെ കാണിക്കൽ ഹറാമല്ലേ? പൂക്കളുടെ താഴെ കാട്ടൽ ഹറാമല്ലേ? ഈ സംഗതി ഹറാമും ചെയ്ത് തലയിലൊരു തൊപ്പിട്ടിട്ട് ആള് പുതിയ കുറേശ്ശിയായിട്ട് ഇങ്ങനെ വന്ന് നിസ്കരിക്കാൻ വേണ്ടി അയാളുമായിട്ട് ഒരുമിച്ച്, അങ്ങനത്തെ ഒരാള് നിസ്കരിക്കാൻ വേണ്ടി ഒരുമിച്ച് നിന്നപ്പോ അയാളോട് ഞാൻ പറഞ്ഞു, പുക്കള് മറക്കണം എന്ന് പറഞ്ഞു. പുക്കള് ഇറക്കണം എന്ന് പറഞ്ഞപ്പോ അയാൾ വേറെ ഷർട്ട് വലിച്ചു കിട്ട് നീട്ടിയിട്ട്, ഇത് നീളുന്ന ഷർട്ടൊന്നുമല്ല, നീട്ടിയിട്ട് അയാളെ പുക്കളുടെ മേലെ കൂടെ. ഞാൻ പറഞ്ഞാൽ പറ്റൂലാറും. ഷർട്ട് കീപ്പെട്ടിട്ട് മറച്ചാ പോരാ. ഈ കീപ്പെട്ട് ഇറങ്ങിയ തുണി താഴോട്ട് മേലേക്ക് പുക്കളിന്റെ അവിടെ കൊണ്ടുവന്ന് മുറുക്കി കെട്ടി നിർത്തണം. പുക്കളിന്റെ താഴേക്ക് ഇങ്ങനെ തുണിയാണ്ട് ഇറങ്ങി പോവാ, പുക്കള് നല്ലോണം കാണാം. എന്നിട്ടോ അതിന്റെ മേലെ കൂടെ ഒരു ബനിയനാണ്ട് ഇടുക, മറച്ചാ പോരാ. പാന്റ് ഇട്ടുകാണ് നിസ്കരിക്കുന്നവർക്കൊക്കെ എന്നോട് ദേഷ്യവും. പാന്റ് ഇട്ട് നിസ്കരിക്കുന്ന ആളുകൾ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകടാട്ടോ. സുജൂദൊക്കെ പോണ സമയത്ത് എന്തായാലും പുക്കളിന്റെ താഴ്ഭാഗത്തേക്ക് മുന്നിലോ പിന്നിലോ ഇറങ്ങും പാന്റ്. എന്നിട്ട് അവിടെ ബനി ഇട്ടുകണില്ലേതാ, ബനിയം കൊണ്ട് പറഞ്ഞാൽ പോരാ. മിനൽ അഅ്ല വൽ ജവാനിബി, മേൽഭാഗത്ത് കൂടിയും സൈഡിലൂടെയും മറയണം. ബനിയൻ 90% ബനിയന് ലൂസല്ലേ,
റുക്കോഴക്ക് പോകുമ്പോ ആ ബനിയങ്ങ് താന്നു കിടക്കൂലേ, അങ്ങനെ അപ്പൊ ലൂസല്ലേ, മേൽഭാഗത്ത് കൂടി കാണാൻ ചാൻസ് ഇല്ലേ? അങ്ങനത്തെ വസ്ത്രം ധരിച്ചാൽ പോരാ. അപ്പൊ പിന്നെ പാന്റ് ഇട്ട് നിസ്കരിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യണമെന്നറിയോ? നിസ്കരിക്കാൻ നേരത്തെ ഈ ഷർട്ട് ഇൻസൈഡ് ചെയ്യാം. ഇൻസൈഡ് ചെയ്തിട്ട് അതിന് മുകളിലെ ബട്ടൺ ഇടുക, എന്നാ കറക്റ്റ്. പാന്റ് ഇട്ടേ നിങ്ങൾക്ക് നിസ്കരിക്കാമോ? വാശിയാ? എന്നാ ഇങ്ങനൊരു പണിയിടോ. നിസ്കാരം കിട്ടണമെങ്കിൽ എന്ത് വേണം? ഈ തുണിന്റെ ഉള്ളിക്ക് ഇൻസൈഡ് ഷർട്ട് ഇൻസൈഡ് ചെയ്തിട്ട് കഴുത്തിലെ ബട്ടൺ ടൈറ്റായി കിടക്കുമല്ലോ, ഇട്ട് കൊടുത്താൽ പാന്റ് ഇട്ടാൽ നിസ്കരിക്കാം. അല്ലെങ്കിൽ പാന്റ് ഇട്ട് നിസ്കരിച്ച നിസ്കാരം ശരിയായി കിട്ടാൻ വലിയ പണിയാണ്. നല്ല ലൂസുള്ള പാന്റ് പൊക്കളിന്റെ മീതൊക്കെ ബെൽറ്റിട്ട് മുറുക്കിയിട്ട് സുജൂദക്ക് പോകുമ്പോഴും ഈ പൊക്കളിന്റെ ഇതേ പോയിന്റിൽ ബാക്കിലും ബാധിക്കുമല്ലോ. അപ്പൊ ഇത് അവിടെ ബാക്കിൽ താഴോട്ട് ഇറങ്ങിയാലോ, സുജൂദക്ക് പോകുമ്പോ താഴോട്ട് ഇറങ്ങിയാൽ ചില മനുഷ്യന്മാരിതൊന്നും കഥ പറയണ്ട. ബാക്കിലുണ്ട് ഇറങ്ങി ആ ദുബുർ ഷരീഫ് ഇങ്ങനെ കാണുന്ന കോലത്തിലെത്തിയിട്ടുണ്ടാവും. വൃത്തികേട്, എന്തോ ഒരു വഷളത്തരം. ഒരു നല്ലൊരു സമൂഹത്തിന്റെ മക്കളാണ് ഈ ചെയ്യുന്നത്. അടിവസ്ത്രം പുറത്തേക്ക് കാണുന്ന കോലത്തിൽ പാൻറ്റിട്ട് സുജൂദക്ക് പോയാൽ വൃത്തികേട്, ഒരു സദസ്സ് പറയാൻ പറ്റാത്ത വൃത്തികെട്ട കോലത്തിൽ നിസ്കരിക്കാൻ സ്വപ്നം. ഇതാണ് നമ്മളെ നിസ്കാരം. ഈ നിസ്കാരം കൊണ്ട് എന്ത് നേടാനാണ്? ഈ ജാതി നിസ്കാരക്കാരെ നരകത്തിലിട്ട് അല്ലാഹു ശിക്ഷിക്കും ഖുർആനും പറയും. ഇവരെ മാത്രമല്ല, ആ നിസ്കാരം സാഹൂൻ എന്ന് പറഞ്ഞാൽ എന്താന്ന് വിശദീകരിക്കുന്നുണ്ട് പുറകിൽ. അത്തരം നിസ്കാരക്കാരെ അല്ലാഹു തആല നരകത്തിലിട്ട് ശിക്ഷിക്കും. നിസ്കരിക്കുന്നേ ഉള്ളൂ, കോലം കാട്ടുകയാണ്. നിസ്കാരമല്ലത്, നിസ്കാരത്തിന്റെ കോലം കാട്ടി നിസ്കാരാന്ന് പറഞ്ഞാൽ നടക്കുക. ഇതിന് യഥാർത്ഥ നിസ്കാരം എന്ന് പറയില്ല. അല്ലാഹു എന്നെയും നിങ്ങളെയൊക്കെ നന്നാക്കി തരട്ടെ. നമ്മളൊക്കെ നിസ്കാരത്തിന്റെ ഗതിയാണ്. നിസ്കരിക്കാനങ്ങോട്ട് നിന്നാൽ എന്തെല്ലാം ഓർമ്മയാവുന്നല്ലോ. എല്ലാ കണക്കും കഥയും ചരിത്രവും ഒക്കെ ഓർമ്മയാവും നിസ്കരിക്കാൻ അങ്ങോട്ട് നിന്നാൽ. അതാണ് നമ്മുടെയൊക്കെ നിസ്കാരം. അതുകൊണ്ടാണ് നിസ്കരിച്ചിട്ട് ആ നിസ്കാരത്തിന് പറഞ്ഞ ഫലം നമുക്ക് അനുഭവിക്കാൻ കഴിയാത്തത്. ഫവൈലുൻ, വൈലി എന്ന നരകം, ലിൽ മുസല്ലീന, നിസ്കരിക്കുന്നവർക്കുള്ളതാണ്. 12,000 മസലുണ്ട് നിസ്കാരത്തിന്റെ ഒരൊറ്റ റക്അത്തിൽ. 12,000 മസലുണ്ട്. ഈ 12,000 മസലയിൽ നിന്ന് 10 ഒരു റക്അത്തിന് 10 മസല ഒരു പേപ്പർ. ഞാൻ ഇതൊന്നും പോയി മുത്തഅല്ലിമീങ്ങളോട് ഈ ആലിമീങ്ങളോട് അല്ലട്ടാ പറയണത്. സാധാരണക്കാരായ നമ്മൾ ചിന്തിക്കുക, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഒരു 25 മസല ഒരു റക്അത്തിലെ 25 മസല എഴുതാൻ നമുക്ക് കഴിയും. നിസ്കാരത്തിന് എത്ര നിയ്യത്തുണ്ട്? നിസ്കാരത്തിന്റെ നിയ്യത്തിൽ എത്ര കാര്യങ്ങൾ വാജിബുണ്ട്? നിസ്കാരത്തിന്റെ നിയ്യത്തിൽ 3 കാര്യം വാജിബുള്ള സമയമുണ്ട്, 4 കാര്യം വാജിബുള്ള സമയമുണ്ട്, 5 കാര്യം വാജിബുള്ള സമയമുണ്ട്. നിസ്കാരത്തിന്റെ നിയ്യത്തിൽ 3 കാര്യം എപ്പോഴും വാജിബ്. എന്ത്? നിസ്കരിക്കുന്നു. ഫർളാണെങ്കിൽ ഫർള്, ഇന്ന ഫർള്. ലൊഹർ എന്ന ഫർള്, ലൊഹർ ഇന്ന നിസ്കാരാണ്. ഫർള്, അപ്പൊ ലൊഹർ എന്ന ഫർള് ഞാൻ നിസ്കരിക്കുന്നു. ഉസല്ലി ഫർളൽ ളുഹരി, നിസ്കാരത്തിലെ നിർബന്ധം. ഇനി ബാങ്ക് കൊടുത്ത പാട് നിസ്കരിക്കണമെങ്കിലോ, ലൊഹറിന്റെ ബാങ്ക് കൊടുത്ത പാട് നിസ്കരിക്കണം ഞാൻ നോക്കുക. അപ്പൊ അയാൾക്ക് എന്തായി? അവിടെ ഒരു നിയ്യത്ത് ഫർളായി. ബാങ്ക് കൊടുത്ത പാട് നിസ്കരിക്കണം, അത് വാജിബാ. ആ ഉടനെ നിസ്കരിക്കണമെങ്കിൽ പടച്ചവനെ ഈ വഖത്ത് തെറ്റുന്നതിന് മുമ്പ് ഞാൻ നിസ്കരിച്ചോളാം എന്ന് നിയ്യത്ത് ചെയ്യൽ വാജിബാണ്. ഇല്ലെങ്കിൽ അവൻ കുറ്റക്കാരനാണ്. ഇതൊരു വാജിബ്. ഖസ്റും ജമ്മുവാക്കുകയാണെങ്കിലോ, ഖസ്റാക്കുകയാണെങ്കിൽ ഞാൻ 2 റക്അത്ത് ചുരുക്കി നിസ്കരിക്കുന്നു, ഖസ്റിന് കരുതണം. നിസ്കാരത്തിലേക്ക് ഓടി വന്നിട്ട് ഇമാമ് റുക്കുഅയ്ക്ക് പോയിട്ടോ, നിസ്കാരത്തിൽ കൊണ്ട് വരുന്ന സമയത്ത് ഇമാമ് റുക്കുഅ, ഇതൊക്കെ ഞാൻ സാമ്പിൾ പറയാണ്. നിസ്കാരത്തിന്റെ മസാല മാത്രം ഞാൻ അടുത്തല്ല റമളാന് 30 ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ, അങ്ങനെ വഴതുണ്ടെങ്കിൽ നിസ്കാരത്തിന്റെ മസാല മാത്രം ഒന്നിനോട് തുടങ്ങി അവസാനിച്ചാലും നിസ്കാരം എവിടെ എത്തിയിട്ടുണ്ടാവില്ല. നിസ്കാരത്തിന്റെ മസാല മാത്രം പറയുകയാണെങ്കിൽ റമളാൻ 1 തുടങ്ങി 30 നിസ്കാരത്തിന്റെ മസാല മാത്രമാണ് ഇക്കൊല്ലത്തെ വഅദ് വെച്ചാൽ ആ 30 ദിവസം പറഞ്ഞാലും തീരൂല. ഒരു ദിവസം നമ്മൾ ഒരു ഫർള് വിശദീകരിച്ച 14 ദിവസം 14 ഫർള് പറയണ്ടേ? നിസ്കാരത്തിന് 14 ഫർള്. ഒരു ദിവസം ഒരു ഫർള് വിശദീകരിച്ചാൽ നമ്മളിപ്പോ സാധാരണഗതിയിൽ ഇവിടെ 1.25-2 മണിക്കൂർ നമ്മൾ പ്രസംഗം നീളുന്നുണ്ട്. അത് ഒരു ഫർളിനെ പറ്റി നമ്മളാണ് വിശദീകരിച്ച 14 ദിവസം 14 ഫർള് പറഞ്ഞാൽ ഇനി ബാക്കി എത്ര ദിവസം ഉള്ളത്? 16 ഉള്ളൂ. ബാക്കി നിസ്കാരത്തെ പറ്റി എന്തെല്ലാം പറയാൻ കിടക്കുന്നുണ്ട്. അതിന്റെ ജമാഅത്ത് പറയാനുണ്ട്, അതിന്റെ തുടർച്ചയുടെ കാര്യം പറയാനുണ്ട്. പള്ളിയിലേക്ക് ഓടിക്കേറി വന്നപ്പോ ഇമാമ് റുക്കുഅയിലേക്ക് നമ്മൾ ഓടി വന്നിട്ട് എന്ത് ചെയ്യും? അല്ലാഹു അക്ബർ, കയ്യും കെട്ടിയിട്ട് റുക്കുഅയ്ക്കാണ് പോകും. അല്ലാഹു അക്ബർ.
ഈ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് കൈ കെട്ടിയിട്ട് ഉടനെ റുക്കോഴക്ക് പോകുമ്പോൾ ഒരു കാര്യം അവിടെ ശ്രദ്ധിക്കാനുണ്ട്. രണ്ടാമത്തെ ഒരു തക്ബീർ പറഞ്ഞിട്ട് പോണ സമയത്ത് ഇത് റുക്കോഴക്ക് പോകുന്ന ഇന്തിഖാലാത്തിന്റെ തക്ബീറാണോ കൈ കെട്ടിയപ്പോ പറഞ്ഞ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ തക്ബീറാണോ എന്ന് പ്രത്യേകം കരുതണം. അതവിടെ പ്രത്യേകം കരുതിയില്ലെങ്കിൽ നിൽക്കാനും പറ്റില്ലാവും. ഇപ്പൊ എന്തെല്ലാം പ്രശ്നങ്ങളില്ല, നമ്മൾ അറിയാത്ത, ചിന്തിക്കാത്ത, ഇതുവരെ കേട്ടിട്ടില്ലാത്ത, അല്ലെങ്കിൽ അറിഞ്ഞിട്ടും നമ്മളെ ശ്രദ്ധ ആ ഭാഗത്ത് നിന്ന് മറഞ്ഞുപോയ അനവധി വിഷയങ്ങൾ ഇനിയും കിടക്കുകയാണ്. ഇത്യാദി കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാത്ത ഒരു നിസ്കാരം നിർവഹിക്കുന്നു എങ്കിൽ ആ നിസ്കാരം നാളെ നരകത്തിൽ കടന്ന് നിസ്കരിക്കാത്തവനും നരകം, നിസ്കരിച്ചിട്ട് കൃത്യമായി നിസ്കരിക്കാത്തവനും നരകത്തിൽ കടന്ന് ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. നിസ്കാരം അതിനെ തൊട്ട് അശ്രദ്ധമായ ആളുകൾ നരകത്തിൽ കഠിനമായ ശിക്ഷക്ക്. വൈല് എന്ന് പറയുന്നത് പ്രത്യേകം ഒരു നരകമാണോ അതോ നരകത്തിന്റെ ഒരു താഴ്വരയാണോ? കടുത്ത ശിക്ഷയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. വൈല് പ്രത്യേകമായ ഒരു നരകമാണെന്ന അഭിപ്രായമുണ്ട്, നരകത്തിന്റെ താഴ്വരയാണ് എന്നും അഭിപ്രായമുണ്ട്. എന്തായാലും അത് കടുത്ത ശിക്ഷയാണ് എന്നതിൽ തർക്കമില്ല. അതാർക്കുള്ളതാണ്? ഈ ജാതി നിസ്കാരക്കാർക്കുള്ളതാണ്. അപ്പൊ സഹാബത്ത് ചോദിച്ചു, ആരെങ്കിലും നിസ്കാരത്തിന്റെ കാര്യത്തിൽ മറന്നു പോവോ, അശ്രദ്ധമാവോ നബിയേ എന്ന് ചോദിച്ചപ്പോൾ വലാകിൻ അഖറുഹാ അൻ വഖ്തിഹാ, ടൈം തെറ്റിച്ച് നിസ്കരിക്കും ആളുകൾ നിസ്കരിക്കുന്നവരാണ്. പക്ഷേ ഒരു നിസ്കാരത്തിന് നിശ്ചയിച്ച ടൈമിലല്ല അവർ നിസ്കരിക്കുക. അതിന്റെ ടൈം തെറ്റിച്ചായിരിക്കും അവർ നിസ്കരിക്കുന്നത്. ളുഹറിനെ അവർ നിസ്കരിക്കൂല അസറിന്റെ ബാങ്ക് വിളിക്കുന്നത് വരെ, അസറിനെ അവർ നിസ്കരിക്കൂല വലം യുസല്ലിൽ അസ്റ, അസറിനെ അവർ നിസ്കരിക്കൂല ഹത്താ തഗ്റുബ ശംസ്, സൂര്യൻ അസ്തമിക്കുന്നത് വരെ. സുബഹി അവർ നിസ്കരിക്കൂല അവർ സൂര്യൻ ഉദിക്കുന്നത് വരെ. അപ്പൊ നിസ്കാരം അതിന്റെ ടൈം തെറ്റിച്ചുകൊണ്ട് അവർ നിസ്കരിക്കുന്ന നിസ്കാരക്കാർക്കാണ് സാഹൂൻ എന്ന് പറയുന്നത്. വഖത്ത് തെറ്റിച്ച ളുഹറിനെ ഖളാ ആക്കി അസറിന്റെ സമയത്ത് ളുഹറും അസറും കൂടി നിസ്കരിക്കും. നേരത്തെ ഞാൻ പറഞ്ഞ യാത്രക്കാരന്റെ നിസ്കാരത്തിൽ വിട്ടുവീഴ്ച ശറഅ് നൽകിയത് കൊണ്ട് അവന് അത് ബാധകമല്ല. അല്ലാത്ത ആളുകൾ നിസ്കാരം അതിന്റെ ടൈം തെറ്റിച്ചതിനെ പറ്റിയാണ് സാഹൂൻ എന്ന് പറയുന്നത്. അത് അതിന്റെ ഒരർത്ഥമാണ്. അത്തരം ആളുകൾക്ക് നരകത്തിൽ കഠിനമായ ശിക്ഷയുണ്ട്. നമ്മൾ നിസ്കരിക്കൽ എപ്പോഴാ? നമ്മളെല്ലാ പണിയും കഴിഞ്ഞിട്ട് ളുഹറിന്റെ ബാങ്ക് കൊടുത്തു, നിസ്കരിച്ചില്ല. എന്തോ ഒരു പണിയിലാണ്, ഇതങ്ങോട്ട് കഴിഞ്ഞോട്ടെ എന്ന് വെച്ചു. ഒരു ആണി അടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഈ ആണി അങ്ങ് അടിച്ചു കഴിഞ്ഞോട്ടെ, ഈ പട്ടിക അങ്ങ് അടിച്ചിട്ട് നിസ്കരിക്കാം. നമ്മുടെ ദുന്യാവിന്റെ പണി കഴിഞ്ഞതിന് ശേഷം ടി വിയിൽ വാർത്ത കാണുകയാണ്. അപ്പോഴാ ബാങ്ക് വിളിക്കുന്നത്. അരമണിക്കൂർ നീണ്ടു നിൽക്കുന്ന വാർത്തയാണ്. ഈ വാർത്ത കഴിയട്ടെ എന്നിട്ട് നിസ്കരിക്കാം എന്ന് വെച്ചു. നമ്മളെ പണിയൊക്കെ കഴിഞ്ഞിട്ടാ നിസ്കാരം. അങ്ങനെയല്ല, നിസ്കാരത്തിന് ബാങ്ക് വിളിച്ചോ, ആ പണി കഴിഞ്ഞിട്ട് ഇനി മറ്റു പണികൾ മതി. അപ്പൊ നമ്മുടെ എല്ലാ കാര്യം അല്ലാഹു നടത്തി തരും. ഇതങ്ങനെയല്ല നമ്മൾ ഇന്ന് ചെയ്യുന്നത്. നമ്മുടെ എല്ലാ ജോലി തിരക്കും കഴിഞ്ഞിട്ട്, നമ്മുടെ കൂലിപ്പണികളോ ജോലി തിരക്കുകളോ ഒക്കെ കഴിഞ്ഞിട്ട്, കച്ചവടമൊക്കെ കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ നിസ്കരിക്കുക, അല്ലെങ്കിൽ രാത്രി വന്നിട്ട് ഒന്നായിട്ടാണ് നിസ്കരിക്കുക. പരിയിലെ പെണ്ണുങ്ങൾ പ്രത്യേകിച്ച്, വീട്ടിലുള്ള പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെ പരിപാലിക്കാനുണ്ട്, അടുക്കളയിലെ ജോലികളുണ്ട്, അരക്കാനുണ്ട്, കുളിക്കാനുണ്ട്. ഇതൊക്കെ ഒന്ന് വേണമെന്ന് വിചാരിച്ചാൽ നേരത്തെ തന്നെ ചെയ്തു തീർക്കാവുന്നതുള്ളൂ. ഇന്ന് സൗകര്യങ്ങൾ വളരെ വർദ്ധിച്ച കാലമല്ലേ. ഈ കാലഘട്ടത്തിൽ സ്ത്രീകൾക്കൊക്കെ അത് നേരത്തെ തന്നെ ചെയ്തു തീർക്കാനല്ലേ ഉള്ളൂ. എന്നാലും ആ നിസ്കാരം ളുഹറിലെ അസറിന്റെ മൂട്ടിലേക്ക് പോകും. എന്നിട്ട് ളുഹർ അസർ ഒരുമിച്ച് നിസ്കരിക്കും, അല്ലെങ്കിൽ ളുഹർ ഖളായിട്ടുണ്ടാവും. എന്നിട്ട് രാത്രി ഇതെല്ലാം കൂടി ഒന്നിച്ച് നിസ്കരിക്കും. ഇങ്ങനെ നിസ്കാരം അതിന്റെ ടൈം തെറ്റിക്കുന്നതിനെ പറ്റിയാണ് സാഹൂൻ എന്ന് പറഞ്ഞപ്പോ സഹാബത്ത് ചോദിച്ചു, അങ്ങനെ നിസ്കാരം ആരെങ്കിലും മറന്നു കളയുമോ നബിയേ എന്ന് ചോദിച്ചപ്പോ അവർ നിസ്കരിക്കുന്നവരാണ്. വലാകിൻ അഖറുഹാ അൻ വഖതിഹാ, ടൈം തെറ്റിച്ചായിരിക്കും നിസ്കരിക്കുക. അത്തരം ആളുകൾക്കാണ് വൈല് എന്ന നരകമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ തബഉ ശഹവാതി ഫസൗഫ യൽഖൗന ഗയ്യാ. നിസ്കാരം പാഴാക്കി കളയുന്ന ഒരു കൂട്ടം ആളുകൾ പിൻകാലത്ത് വരാനുണ്ട്. ഗയ്യ് എന്ന നരകമാണ് അവർക്കുള്ളത് എന്ന് പറഞ്ഞപ്പോൾ, എന്താണ് ആ ഗയ്യ് എന്ന് പറയുന്ന നരകം? നരകത്തിലെ ജനങ്ങൾ പൊട്ടിച്ചീഞ്ഞൊലിച്ച ആ നരകത്തിൽ കിടന്ന് തിളപ്പിച്ചു മറിയുന്ന ആ ദുർഗന്ധം വമിക്കുന്ന വെള്ളം കുടിപ്പിക്കും.
നരകത്തിൽ നിന്ന് ആ വെള്ളമാണ് കുടിപ്പിക്കുന്നത്. ഒരു പ്രത്യേകമായ താഴ്വരയാണ്, പാമ്പുകളും തേളുകളും നിറഞ്ഞ ഒരു പ്രത്യേകം താഴ്വരയാണ്. അവിടെയാണ് നിസ്കാരം പാഴാക്കുന്ന മനുഷ്യന്മാരെ കൊണ്ടുപോയിട്ട് ശിക്ഷിക്കുന്നത്. ആ ഗയ്യെന്ന നരകത്തെ, ജഹന്നമെന്ന നരകം പോലും പേടിക്കുന്നു. പടച്ചവനെ, ആ ഗയ്യെന്ന നരകത്തെ ഇങ്ങോട്ട് അടുപ്പിക്കല്ല. അല്ലാഹുവിന്റെ ജഹന്നം പോലും പേടിക്കുന്നു. ഇത് ഖുർആനിൽ അല്ലാഹു തആല പഠിപ്പിച്ചു. ഇത്തരം കാര്യങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് നിസ്കാരത്തിന് അതിന്റെ ഹക്ക് പോലെ അതിന്റെ വലിപ്പം മനസ്സിലാക്കി, അതിന്റെ ഗുണങ്ങൾ വളരെ വലുതാണ്, അത് ഉപേക്ഷിച്ചാലുള്ള ശിക്ഷകളും വളരെ വലുതാണ് എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കണം. ഈ പള്ളിയിലിരിക്കുന്ന നമ്മളെല്ലാം നിസ്കരിക്കുന്നവരാണ്. എന്നിട്ടും നമ്മുടെ ഭാഗത്ത് നിന്ന് തെറ്റുകൾ സംഭവിക്കുന്നെങ്കിൽ നിസ്കാരം അതിന്റെ ഹക്ക് പോലെ ആയിത്തീരുന്നില്ല. അതാകണം. അതാകാൻ എന്ത് വേണം? അതിന്റെ ശറഇന്റെ അഹ്കാമുകൾ പഠിക്കണം, നിസ്കാരത്തിന്റെ ശർത്ത് പഠിക്കണം, ഫറദ് പഠിക്കണം, അതിലുള്ള തെറ്റുകുറ്റങ്ങൾ വന്നു ചേരുന്നത് വളരെ സൂക്ഷിക്കണം. ഈ മസ്അലകൾ പഠിച്ചുകൊണ്ട് ചെയ്യുമ്പോഴേ ആ നിസ്കാരം കൊണ്ട് കാര്യമുള്ളൂ. ആ രൂപത്തിൽ അല്ലാഹു തആല നമ്മുടെ നിസ്കാരത്തെ മാറാവട്ടെ. ഇനിയും അതിന്റെ ബാക്കി പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് സുന്നത്ത് നിസ്കാരങ്ങളും ജമാഅത്ത് നിസ്കാരവും ഒക്കെ പറയാനുണ്ട്. ആ കൂട്ടത്തിലൂടെ കടന്നു വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നമ്മെ എല്ലാം ഹക്ക് പോലെ നിസ്കരിച്ച് സ്വർഗത്തിലെ ഉന്നതമായ പദവി കരസ്ഥമാക്കുന്ന മോമിനികളിൽ പടച്ചവനെ നിസ്കാരത്തിന്റെ രൂപം കാണിച്ച്, ആ രൂപം കാണിച്ച് നരകം വാങ്ങുന്ന കൂട്ടത്തിൽ പെടുത്തരുതേ റഹ്മാനെ. പേരിന് ഞങ്ങളൊക്കെ നിസ്കരിക്കുന്നവരാണ്, അതിന്റെ കോലം കാട്ടി നടക്കുന്നവരാണ്. അതുവഴി ഞങ്ങൾക്ക് കിട്ടുന്നത് നരകമാക്കരുതേ റഹ്മാനെ. ഹക്കായ രൂപത്തിൽ നീ പൊരുത്തപ്പെട്ട വിധത്തിൽ നിസ്കരിച്ച സ്വർഗത്തിലെ ഉന്നതമായ പദവി കരസ്ഥമാക്കാൻ ഞങ്ങളെ നിസ്കാരം നീ എത്തിച്ചു തരണേ തമ്പുരാനെ. അത് സംബന്ധമായി ഈമാനും തഖ്വയും ഇഖ്ലാസും അതിനെക്കുറിച്ചുള്ള അറിവും ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണേ തമ്പുരാനെ. അത് പഠിക്കണമെന്ന ഒരു മനസ്ഥിതി നൽകി അതിനുള്ള സാഹചര്യം ഞങ്ങളെ മുന്നിൽ ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ ദോഷങ്ങൾ നീ പുറത്തു തരണേ റഹ്മാനെ. ഞങ്ങളെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ, സന്താനങ്ങൾ, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, ഞങ്ങളെ സ്നേഹിച്ചവർ, ഞങ്ങളെ സഹായിച്ചവർ, ഞങ്ങളോട് ബന്ധപ്പെട്ട ആരെല്ലാം ഉണ്ടോ അവർ മുഴുവനും ഞങ്ങൾ കിതാബോധി പഠിക്കുന്ന കാലത്തും ഇപ്പോഴും ഞങ്ങൾക്ക് ഭക്ഷണം തന്ന്, വസ്ത്രം തന്ന്, കിതാബ് തന്ന്, കാശ് തന്ന്, സ്നേഹം തന്ന് പെരുമാറിയവർ, ഞങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ, സയ്യിദന്മാർ വിദേശ നാടുകളിൽ പര്യടനം നടത്തുമ്പോൾ തുച്ഛമായ ശമ്പളം വാങ്ങുന്ന സന്ദർഭത്തിലും ഈ ദീനിനെയും ദീനിന്റെ ഹരികാരെയും ഈ പ്രസ്ഥാനത്തെയും സഹായിക്കുന്ന പ്രവാസികൾ, ഞങ്ങളുടെ ഈ ക്ലാസ് കേട്ടുകൊണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരിക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ ക്ലാസ് റൂമുകളിലൂടെ ദീനിയായ ഉപദേശങ്ങൾ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ പ്രവാസികൾ, അല്ലാഹുവേ, അവർക്കും എല്ലാവിധ ദോഷങ്ങളും നീ പുറത്തു തരണം റഹ്മാനെ. ഇനിയുള്ള ജീവിതത്തിൽ ദോഷങ്ങളില്ലാത്തൊരു ജീവിതം തരണേ തമ്പുരാനെ. ഞങ്ങളുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും ഹാസിലാക്കി തരണം റഹ്മാനെ. പ്രസവനെ ഞങ്ങളെ കടങ്ങൾ വീട്ടിത്തരണേ റബ്ബേ. കടത്തോടുകൂടി മേടിക്കരുതേ റഹ്മാനെ. ഞങ്ങളുടെ കുടുംബത്തിന്റെയും ഞങ്ങളിവിടെ എണ്ണിപ്പറഞ്ഞ എല്ലാവരുടെ രോഗങ്ങളും ശിഫയാക്കണേ റഹ്മാനെ. കീറി മുടിക്കുന്ന രോഗങ്ങൾ നൽകരുതേ റഹ്മാനെ. മാരക രോഗങ്ങൾ നൽകരുതേ തമ്പുരാനെ. ഒരുപാട് കാലം ആരോഗ്യം ഗൾഫിൽ തുലച്ചിട്ടും ഒരു വീട് വെക്കാൻ കഴിയാതെ വിഷമിക്കുന്ന പ്രവാസികളുണ്ട്. മക്കളെ കല്യാണം നടത്തിക്കൊടുക്കാൻ കഴിയാതെ ആരോഗ്യം മുഴുവനും ഗൾഫിൽ നശിപ്പിച്ചു കളഞ്ഞാൽ അവസാനം നിരാശയോടുകൂടി നാട്ടിലേക്ക് പോരുടെ ദുർഗതി നീ അവർക്ക് കൊടുക്കരുതേ തമ്പുരാനെ. ഒരു ഹൈറായ ഭവനവും മക്കളെ വിവാഹങ്ങളും എളുപ്പമാക്കി നടത്തി കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളുടെയൊക്കെ മക്കളുടെ വിവാഹങ്ങൾ നീ പൊരുത്തപ്പെട്ട, ഞങ്ങളെ മക്കൾക്കും ഇഷ്ടപ്പെട്ട ഹൈറായ ഇണകളെ നൽകി നല്ലൊരു ദാമ്പത്യ ജീവിതം എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളെ മക്കളെ വിവാഹങ്ങളൊക്കെ നടത്തി ഒരുപാട് പാടുപെട്ട് കഷ്ടപ്പെട്ട് വിവാഹം നടത്തിയിട്ട് അവർ സ്നേഹമല്ലാത്തൊരു ജീവിതം നയിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കരുതേ തമ്പുരാനെ. അവർ സന്തോഷത്തോടെ കുടുംബജീവിതം നയിക്കുന്നത് കാണാനുള്ള കൺകുളർമയായ അന്തരീക്ഷം ഞങ്ങൾക്ക് തമ്പുരാനെ. സദസ്സിൽ ഒരുപാട് ആലിമീങ്ങളുണ്ട്. നീ ഉഖ്റവിയായ ആലിമീങ്ങളിൽ അവരെ ഞങ്ങളെ ഉൾപ്പെടുത്തി നിന്റെ ന് വേണ്ടി തദ്രീസ് ചെയ്ത് അവസാനം മരിക്കുവോളം ഇൽമുകൊണ്ട് ശുഭയായ ഒരു ജീവിതം നിലനിർത്തി തരണം. ഒരുപാട് മുതഅല്ലിമീങ്ങളുണ്ട്. ഉഖ്റവിയായ മുതഅല്ലിമീങ്ങളിൽ പെടുത്തി കൊടുക്കണം റഹ്മാനെ. ഞങ്ങളെ മക്കളെയൊക്കെ ഉഖ്റവിയായ മുതഅല്ലിമീങ്ങളും ആലിമീങ്ങളും മക്കളെ പഠിച്ചവരെ പഠിക്കുന്ന കിതാബുകൾ അതിന്റെ ഹക്ക് പോലെ ഓതിപ്പടിച്ച് തദ്രീസ് ചെയ്യാനുള്ള തൗഫീഖ് മുതഅല്ലിമീങ്ങൾക്ക്
നൽകണം റഹ്മാനേ. ഈ സദസ്സിലുള്ള ചെറുപ്പക്കാർക്ക് മുഴുവനും ദീനിന്റെ ഖിദ്മത്തിന് ഭാഗ്യം നൽകണേ റഹ്മാനേ. അവസാനം ഞങ്ങളെയൊക്കെ കാമിലായ ഈമാനോടെ മരിപ്പിച്ച് സ്വർഗത്തിൽ നിന്റെ ഹബീബായ വിധങ്ങളെ കൂടെ ഒരുമിച്ച് കൺകുളർമയാക്കി നിന്റെ ലിഖാഅ് സന്തോഷിപ്പിക്കണേ റഹ്മാനേ. برحمتك يا ارحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد